ശ്രദ്ധേയമായ 3 മഹാരഥന്മാരും മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്, സാഹിത്യരംഗത്തെ കുലപതി ശ്രീ M.T. വാസുദേവൻ നായർ, ചലച്ചിത്ര സംഗീത രംഗത്തെ അടക്കിവാണ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ, 3 പേരും നമുക്ക് ദൂരാ ദുഃഖം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു വരും. ആ ജ്വലിക്കുന്ന ഓർമ്മകൾ നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. വരുള്ള ആരാധന സൂചകമായി പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് മൗനമാചരിക്കാം. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ KP റഹീം മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 6 വർഷം തികയുകയാണ്. നമുക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന റഹീം മാസ്റ്ററുടെ പ്രവർത്തന ഫലമായാണ് ഈ കേരളത്തിനകത്തും പുറത്തും ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അഭാവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ അനിവാര്യമായിരുന്നു. പക്ഷേ വിധി അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഈ സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം കാണുമ്പോൾ എല്ലായിടവും യുദ്ധം, പീഡനം,
ലഹരി, അതുപോലെ ജാതി മതങ്ങൾ തമ്മിൽ വിഘടിച്ചു കൊണ്ട് നിൽക്കുന്ന ലഹളകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതിന് പുറമെ പ്രളയം, അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള കെടുതികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ പിന്നോട്ട് നോക്കിയാൽ ഗാന്ധിജിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോയി അതിൻ്റെ പരിണിതഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിന് എന്താണ് മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ഗാന്ധി മാർഗമാണ്. ആ ഗാന്ധി മാർഗത്തിൽ കൂടി മുന്നോട്ട് ചരിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൻ്റെ ഈ കഷ്ടകാലം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് നമുക്ക് ഈ നാരായണൻ മാസ്റ്ററെ പോലെയുള്ള ആളുകളുടെ ഉപദേശവും നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് പുതിയ തലമുറയിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയണം. അത് നമുക്ക് എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും. പക്ഷേ നിശ്ചയദാർഢ്യത്തോടെ യാതൊരു പ്രതിഫലച്ചയുമില്ലാതെ നാടിൻ്റെ മോചനം എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയോട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആർക്കും വലിയ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു തെളിവാണ് 1947 ആഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയിലങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ സ്വാതന്ത്ര്യ ലഹരിയിൽ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹള, ആ ലഹള അടിച്ചമർത്താൻ ബ്രിട്ടീഷ് മേധാവി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വിളിച്ച് ചോദിച്ചത്, എത്ര പട്ടാളത്തെ അയച്ചാലാണ് നമുക്ക് ഇത് അടിച്ചമർത്താൻ സാധിക്കുക? മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞ്, എത്ര ബറ്റാലിയൻ പട്ടാളം വന്നാലും ഇത് സാധിക്കില്ല. ഇവിടെ 6 അടി നീളമുള്ളൊരു വടിയും അതുപോലെ അരയിലൊരു മുണ്ടും ഒരു പുതപ്പും ധരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒറ്റയാൾ പട്ടാളമുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നത്. അതിനനുസരിച്ച് ബ്രിട്ടീഷ് അധികാരികൾ ഗാന്ധിജിയെ സമീപിക്കുകയും ഇത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുകയുമാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി 2 വിഭാഗം ആളുകളെയും വിളിച്ച്, നിങ്ങൾ ഈ ലഹള അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നിരാഹാരം ആരംഭിക്കുകയാണ്. ഒന്നുകിൽ എൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ നിങ്ങൾ ഒത്തൊരുമിച്ച് എൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ഇത് ഒഴിവാക്കിയിരിക്കും, ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാം എന്ന് പറയുക, അല്ലെങ്കിൽ എൻ്റെ മരണമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബിർള ഹൗസിൻ്റെ മുമ്പിൽ കൂടി ഒരു വിഭാഗം ആളുകളും ഗാന്ധി ചത്തോട്ടെ, ഗാന്ധി മരിച്ചോട്ടെ എന്ന മുദ്രാവാക്യവുമായി പോവുകയാണ് ഉണ്ടായത്. അവസാനം ഗാന്ധിജിയുടെ ജീവനെ ഹാനി സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ വന്ന് ഞങ്ങൾ പിൻവലിക്കുന്നു, ഞങ്ങളിനി ഈ ലഹളക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ 2 കൂട്ടരും വന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം 2 കൂട്ടരും വന്ന് നിരാഹാരം അവസാനിപ്പിക്കണം എന്നുള്ള അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിജി നിരാഹാരം അവസാനിപ്പിക്കുക. ഒറ്റയാൾ പട്ടാളമാണ് അന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മളും ഇവിടെ ധാരാളം ഒറ്റയാൾ പട്ടാളമാകാൻ കഴിവുള്ള ചെറുപ്പക്കാരൊക്കെ ധാരാളമുണ്ട്. ഞാൻ
വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട റഹീം മാസ്റ്റർ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 6 വർഷം പൂർത്തിയാകുകയാണ്. റഹീം മാസ്റ്ററുടെ ശൂന്യത ഈ കാലമത്രയായിട്ടും നമുക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്ന് തോന്നുന്നുമില്ല. അത്രമാത്രം വലിയൊരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീ റഹീം മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞത്. റഹീം മാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മുമ്പിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരൊക്കെ ഏറെ ബഹുമാനാദരവോടുകൂടി നെഞ്ചിലേറ്റിയ വലിയൊരു പ്രതിഭയാണ്. റഹീം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ, അത് പ്രായവ്യത്യാസമില്ല, കക്ഷി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, മാനുഷിക സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാ ആളുകളെയും മാനുഷികമായ ഒരു വൃത്തത്തിൽ ഒതുക്കി നിർത്തി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന പ്രിയപ്പെട്ട റഹീം മാസ്റ്റർ. അതുകൊണ്ട് തന്നെ റഹീം മാസ്റ്ററുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അത് അതിർവരമ്പുകളില്ലാത്തതായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ റഹീം മാസ്റ്ററെ നെഞ്ചിലേറ്റിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, റഹീം മാസ്റ്റർ സൃഷ്ടിച്ചിരിക്കുന്ന ശൂന്യത അത് ഇന്ന് വരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്ന് തോന്നുന്നുമില്ല. ആ മഹാരഥനെ പാനൂരിൻ്റെ മണ്ണിൽ ദൈവം കനിഞ്ഞു നൽകിയ ഒരനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പാനൂരിൻ്റെ യശസ് കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റഹീം മാസ്റ്റർ എന്ന ആ പ്രതിഭാധനയിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ട് എന്നതാണ് അവസ്ഥ. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് ലോകം മുഴുവനും ഈ ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനും ആ പ്രത്യയശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടെന്ന അനിവാര്യതയെക്കുറിച്ച് ലോകരാഷ്ട്രത്തലവന്മാരിരുന്നു കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഭീകത്സമാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം. ലോകത്തിൻ്റെ ക്രമം അതിഭയാനകരമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധി എന്ന മഹാമനുഷ്യനെക്കുറിച്ച് ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇന്ന് രാജ്യവും തമ്മിലുള്ള സംഘടനകൾ, സമൂഹവും തമ്മിലുള്ള സംഘടനകൾ, പ്രദേശങ്ങളും തമ്മിലുള്ള സംഘടനകൾ, അങ്ങനെ എല്ലാ മേഖലയിലും കലുഷിതമായൊരു അന്തരീക്ഷം. ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലക്ക് എല്ലാ ആളുകളും ഒരേപോലെ പറയുന്നു, നമ്മൾ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. ഇത് ഈ വർത്തമാന സാഹചര്യത്തിൽ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടു പിരിഞ്ഞ പ്രിയപ്പെട്ട റഹീം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ഈ ഒരു പ്രത്യയശാസ്ത്രം സ്വയം ജീവിതത്തിൽ പകർത്തുകയും അത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രചണ്ഡമായ പ്രചരണങ്ങളിലൂടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളും മാറ്റിവെക്കുകയും ചെയ്തൊരു മഹാരഥനായിരുന്നു അദ്ദേഹം. ഗാന്ധി ജീവിച്ച പോലെ ജീവിക്കാൻ ശ്രമിച്ചു. ലാളിത്യം, എളിമ, പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, സഹവർത്തിത്വം, ഇത് പ്രിയപ്പെട്ട റഹീം മാസ്റ്ററുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിലൂടെ മഹാത്മജിയെ രാജ്യത്തിൻ്റെ സമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ മുഴുവൻ ആളുകളുടെയും മനസ്സിലേക്ക് സന്യസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമം റഹീം മാസ്റ്റർ നടത്തി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിരിഞ്ഞു പോയപ്പോഴും, അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞപ്പോഴും നമ്മളുടെ മനസ്സിൽ അദ്ദേഹം പകർന്നു തന്നിരിക്കുന്ന ആദർശവും ആശയവും കെടാതെ നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ഉത്തരവാദിത്തം ഈ ഒരു ദൗത്യം, റഹീം മാസ്റ്റർ നമ്മളെ ഏൽപ്പിച്ചു പോയിരിക്കുന്ന ഈ ഒരു ദൗത്യം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഏതാനും ആളുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസംരംഭത്തിൻ്റെ തുടക്കം കുറിക്കാനും റഹീം മാസ്റ്ററുടെ പേരിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഈ ഒരു മഹാസന്ദേശം എത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ, വളരെ നിസ്സാരമായൊരു കാൽവെപ്പ് മാത്രമാണ്. പലതും നമുക്ക് ചെയ്യാനുണ്ട്. അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചു, എവിടെ അശാന്തിയുടെ വിത്ത് പാകുന്നുവോ അവിടെ സമാധാനത്തിൻ്റെ ഒരു ദൂതനായി കടന്നു ചെല്ലാൻ റഹീം മാസ്റ്റർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തത സഹാരികളെയും കൂട്ടി കലാപ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ച് ശാന്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവരോടും സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, സഹിഷ്ണുതയോടുകൂടി വർത്തിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. റഹീം മാസ്റ്റർ അതിവിടെ വെച്ച് നമ്മളെ ഏൽപ്പിച്ച് അദ്ദേഹം നാം പിരിഞ്ഞിരിക്കുകയാണ്. അതിന് ഏറ്റെടുക്കാനും അത് നിർവഹിക്കുവാനുമുള്ള ബാധ്യത നമ്മളിൽ അർപ്പിതമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ചെറിയ ഒരു ഭാഗം എന്ന നിലക്കാണ് ഞങ്ങളിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ മാത്രമല്ല. റഹീം മാസ്റ്റർ ആരൊക്കെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ ആരൊക്കെ നെഞ്ചിലേറ്റുന്നു, അവർക്കൊക്കെ ഈ ഒരു ബാധ്യത നിർവഹണത്തിൽ കർമ്മനിരതരാകാൻ തയ്യാറാവേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും ഒന്നിപ്പിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിച്ച് പോരടിക്കാനല്ല മതം. എല്ലാ മതങ്ങളും ആവശ്യപ്പെടുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, സൗഹൃദമാണ്. മുഴുവൻ മതങ്ങളുടെയും അടിസ്ഥാന കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതസ്പർദ്ധയ്ക്ക് പകരം മതത്തിൻ്റെ പരസ്പര സ്നേഹവും സാഹോദര്യവും അനുവർത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ആ ശ്രമങ്ങളൊക്കെ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർത്തമാന സാഹചര്യത്തിലും
അത്തരം സന്ദേശങ്ങൾക്ക്, അത്തരം പരിപാടികൾക്ക്, പ്രചരണങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും അത് നിർവഹിക്കുവാനുള്ള ബാധ്യത നമ്മളെ ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട റഹീം മാഷ് നമ്മളോട് പിരിഞ്ഞതെന്നും അത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തുകൂടാ എന്നും ഈ മഹാസംരംഭത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും എല്ലാ ആളുകളും മനസ്സ് വിശാലമായി ഇതിനോടൊപ്പം ചേരണമെന്നും വിനീതമായി സൂചിപ്പിക്കാനേ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ നേരത്തെ ഏറ്റിരുന്ന നമ്മുടെ ബഹുമാന്യനായ MLA അദ്ദേഹത്തെ മുഖ്യമന്ത്രി അടിയന്തരമായൊരു മീറ്റിംഗ് വിളിച്ചതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതിൽ അവർക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിവിടെ കേൾപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് പാനൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി പുതുതായി അധികാരമേറ്റെടുത്തിരിക്കുന്ന KP ഹാഷിം അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അദ്ദേഹം എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഉടനെ ഈ വേദിയിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ എല്ലാ പരിപാടികളും നിങ്ങൾ ആദ്യാവസാനം ഇതിൽ പങ്കാളികളാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട AN ഷിനാസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മടക്കള്ളി കോളേജിലെ ചരിത്ര വിഭാഗത്തിൻ്റെ തലവനാണ്, പ്രമുഖ പ്രഭാഷകനാണ്, സാംസ്കാരിക രംഗത്ത് സജീവമായ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാമിജി ഇവിടെയുണ്ട്, മറ്റ് പ്രഗത്ഭരായ പലരുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട റഹീം മാഷ് പേരിൽ ഞങ്ങൾ 4 വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവാർഡ് കേരളത്തിലെ പ്രഗത്ഭരായ ഗാന്ധിയന്മാരെ, പ്രഭാഷകരെ, ഗ്രന്ഥകാരന്മാരെ, അങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് റഹീം മാഷ് പേരിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അവാർഡ്, ഇപ്രാവശ്യം അവാർഡ് ജേതാവായിട്ട് ഞങ്ങളുടെ ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ചൂരായ ചന്ദ്ര മാസ്റ്ററാണ്. ചൂരായ ചന്ദ്ര മാസ്റ്ററായിരുന്നു ജൂറി ചെയർമാൻ. അദ്ദേഹം ഏറ്റവും യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തതിലുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. 92 വയസ്സ് പൂർത്തിയായിരിക്കുന്ന പ്രഗത്ഭനായ ഒരു ഗാന്ധിയൻ പ്രത്യയശാസ്ത്രം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചു ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ ചുറുചുറുക്കോടുകൂടി സാമൂഹിക രംഗത്ത് സജീവമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ തിക്കോടി നാരായണൻ മാസ്റ്റർ, അദ്ദേഹം നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള ഞങ്ങളുടെ കടപ്പാട്, ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും ആദരവും അറിയിക്കാൻ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്വാമി ആനന്ദതീർത്ഥരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പയ്യന്നൂരിലെത്തിയ രാഷ്ട്രപിതാവ് മഹാത്മജിയെ പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമത്തിലേക്ക് എത്തിച്ച് അവിടെ മഹാത്മജി ഒരു മാവ് നട്ട് അതിനുശേഷം 13-ാം തീയതി മാഹിയിലെ പുത്തലത്ത് ക്ഷേത്ര സന്നിധിയിൽ പ്രഭാഷണം നടത്തിയ മഹാത്മജി അതിൻ്റെ യാത്രയുടെ ഇടയിൽ 19-ാം തീയതി അടൂർ പഞ്ചനില ഗുരുമന്ദിരത്തിന് TK മാധവൻ മെമ്മോറിയൽ സൗധത്തിന് ശിലാന്യാസം നടത്തുകയും ചെയ്ത മഹാത്മജി ആ ഒരാഴ്ചക്കാലത്തെ പര്യടനം അതിൻ്റെ അനുസ്മരണം എന്ന നിലയിൽ പുത്തലത്ത് ക്ഷേത്ര മൈതാനത്ത് നടത്തിയ യോഗത്തിലാണ് തികഞ്ഞ ഗാന്ധിയനും ശ്രീനാരായണീയനും എല്ലാ വിധത്തിലുള്ള ശ്രേയസ്സിലും പ്രേയസ്സിലും നിന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്കും അതോടൊപ്പം നമ്മുടെ നാട് അനുഭവിക്കുന്നതായിട്ടുള്ള പരസ്പര കലഹങ്ങൾക്ക് അറുതി വരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയും വളർന്നു വരുന്ന
തലമുറ ലഹരി വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്നതിനും വിദ്യാഭ്യാസപരമായി ഔന്നത്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതിനും അതോടൊപ്പം ഔദ്യോഗിക സർവീസുകളിലേക്ക് എത്തിക്കുന്നതിനും കലാ, സാഹിത്യ, സാമൂഹിക, കായിക രംഗങ്ങളിൽ സവിസ്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വേദികളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രാരബ്ധങ്ങളിൽ നിന്നും വിമുക്തമാകുന്ന വിധത്തിലേക്ക് ജനസഞ്ചയത്തെ എത്തിക്കുക എന്ന ദീർഘവീക്ഷണമാണ് കെ.പി.എ. റഹീം മാസ്റ്റർ നിർവഹിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നിമ്നമായി കാണുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അതിനെ സോൾവ് ചെയ്ത് എല്ലാ പ്രതിസന്ധികളെയും ക്രൈസിസുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യവുമാണ്. നമ്മൾ മഹാത്മജി, ആചാര്യ വിനോബാജി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ മഹാരഥന്മാരുടെ തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും അതോടൊപ്പം റസൂലിൻ്റെ, യേശുവിൻ്റെ, ബുദ്ധൻ്റെ, ജൈനൻ്റെ, ശങ്കരൻ്റെ, യാജ്ഞവൽക്യൻ്റെ, ആശാൻ്റെ, ഉള്ളൂരിൻ്റെ, വള്ളത്തോളിൻ്റെ തുടങ്ങിയായിട്ടുള്ള എല്ലാ മേഖലകളിലെ മഹാത്മാക്കളെ ഉയർത്തിക്കൊണ്ട് അവരെ നല്ല രീതിയിൽ സ്വാംശീകരിച്ച് അവരുടെ തത്വങ്ങൾ ജനസഞ്ചയത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയും റഹീം മാസ്റ്റർ അക്ഷീണം പ്രയത്നിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റഹീം മാസ്റ്ററുടെ ജീവിതത്തിൽ വളരെയധികം ലളിതവൽക്കരണം, അതോടൊപ്പം ക്ഷമാപൂർണമായിട്ടുള്ള ജീവിതം, അതോടൊപ്പം നല്ല സ്മൃതി പഥങ്ങളിലൂടെ നമ്മുടെ ചരിത്ര ബോധവും മലയാള സാഹിത്യത്തെയും ഇംഗ്ലീഷ് സാഹിത്യത്തെയും ദേശീയ ഭാഷയായ ഹിന്ദി സാഹിത്യത്തെയും വളർച്ചയിലൂടെ ത്രിഭാഷാ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള പഠനങ്ങളും അതോടൊപ്പം സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും നല്ല വിധത്തിൽ സമഗ്രമായിട്ടുള്ള നല്ല ജനറൽ നോളജ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന, അതായത് പാഠ്യപദ്ധതിക്കും അപ്പുറത്തേക്ക് ഒരു ജനറൽ നോളജിൻ്റെ പൊതുവിജ്ഞാനത്തിൻ്റെ നല്ല വൈഖരി തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റഹീം മാസ്റ്റർ ശ്രദ്ധിച്ചത്. കാരണം ഒരു പൗരനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന ബോധം ഓരോ വ്യക്തിയിലും ഉണ്ടാക്കിയെടുക്കുക വലിയൊരു ദൗത്യമാണ്. ആ ഭഗീരഥ പ്രയത്നമാണ് റഹീം മാസ്റ്റർ വിദ്യാർത്ഥി സമൂഹത്തിലേക്കും അതോടൊപ്പം പൊതുജനങ്ങളിലേക്കും തദ്വാര നമ്മൾ നാട് അനുഭവിക്കുന്ന അക്രമ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് സർവകക്ഷി സൗഹൃദം അനിവാര്യം എന്ന നിലയിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സൗഹൃദത്തോടുകൂടി കഴിയുകയും സൗഹൃദത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാടിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്കും ഭരണ സംവിധാനത്തിനും അത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേക്കും എത്തിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു സമന്വയം, സമാധാനപൂർണമായിട്ടുള്ള കുടുംബ ജീവിതം, സമാധാനപൂർണമായിട്ടുള്ള സഞ്ചാരം, ഇതെല്ലാം നമ്മൾക്കൊരു സ്വതസിദ്ധമായ ഒരു സമാധാനത്തിലൂടെ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് അതില്ലാത്ത ഒരു നാട്ടിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മഹത്തായ ദൗത്യം ഏറ്റെടുത്ത്, അതായത് നിശബ്ദമായ സന്ദേശങ്ങളിലൂടെ ആർക്കും ഒരു തരത്തിലും കോട്ടം വരാത്ത വിധത്തിൽ അതിനെ കൊണ്ടുപോയ ഒരു ജീവിതമാണ് റഹീം മാസ്റ്റർത് എന്ന് നമുക്കറിയാൻ സാധിക്കും. തലശ്ശേരിയിലും പാനൂരിലും കൂത്തുപറമ്പിലും
മാഹിയിലും ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ പൊതുവെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ഒത്തിരി പ്രബുദ്ധമതികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രഥമ സ്ഥാനം തന്നെയാണ് റഹീം മാസ്റ്റർതും എന്ന് നമ്മൾക്ക് പറയണം. ലഹരി വസ്തുക്കളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു നോക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറ DMA ഉൾപ്പെടെ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് ആഴ്ന്നിറങ്ങി വരുന്ന സാഹചര്യത്തിൽ നിൽക്കുക IT മേഖലയിൽ എത്തുന്ന പല നാട്ടിലും ചെന്ന് പ്രവർത്തിക്കുന്ന, പഠിക്കുന്ന, ജോലി ചെയ്യുന്നതായിട്ടുള്ള യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പേടി സ്വപ്നമായി നിൽക്കുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. അവർ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നതായിട്ടുള്ള ലഹരി വസ്തുക്കൾ അവരുടെ ജീവിതത്തെ മാത്രമല്ല അവരുടെ കുടുംബജീവിതത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും നശിപ്പിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റഹീം മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ചെയ്ത് പ്രവർത്തിച്ചതായിട്ടുള്ള ലഹരി വിമുക്ത ബോധവൽക്കരണം എന്നുള്ളത് നാം ഓരോ വ്യക്തിയും അത് ബോധവാന്മാരാവേണ്ടതിന് വേണ്ടിയിട്ട് സ്വയം നമ്മൾ ബോധവാൻ മാറുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എങ്ങനെ, നമ്മുടെ എയിം, നമ്മുടെ ലക്ഷ്യം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് നാം തന്നെയാണ് അതിന് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യും. കൗമാരപ്രായത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവില്ലാത്തൊരു പ്രായം എന്ന നിലയിൽ അവരെ നേരായ വഴിയിലേക്ക് എത്തിക്കുവാൻ നല്ല ശിക്ഷണവും കൊണ്ട് വരേണ്ടതും നമ്മുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, ധർമ്മമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് റഹീം മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രഭാഷണ പരമ്പരകൾക്കും അതോടൊപ്പം മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പൊതുവേദികളും എല്ലാം അതിന് വളരെ സമഞ്ജസമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ റഹീം മാസ്റ്റർ വിജയിച്ചു എന്നുള്ളതാണ്. റഹീം മാസ്റ്ററുടെ ആ ജീവിത പന്ഥാവിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ദൗത്യമായി ഉണ്ടായി വരേണ്ടത്. മതസമന്വയം, മതാതീതമായിട്ടുള്ള ബോധം, അതോടൊപ്പം സർവ്വസമുദായ സർവ്വരാഷ്ട്രീയ ഭേദമന്യേയുള്ള ഒരു സമന്വയം, ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾക്ക് വളരെയധികം ശ്രദ്ധിക്കുവാനുള്ളത്. ഈ ചടങ്ങിൽ അതായത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു അനുസ്മരണം, റഹീം മാസ്റ്ററെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദൗത്യം നമ്മുടെ ഓരോ വ്യക്തികളിലും പഞ്ചമഹായജ്ഞത്തിൽ പറയുന്ന പോലെ ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ഭൂതയജ്ഞവും മാനുഷയജ്ഞവും നമ്മെ വളരെയധികം ചിന്താകുലമാക്കി മാറ്റുകയാണ്. അത് ചിന്തിക്കുവാനുള്ള ജീവിതമാണ് ഇനി അങ്ങോട്ടേക്കുള്ളത് എന്നുള്ളതാണ്. ഈ റഹീം മാസ്റ്ററുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം. ഭഗവാന്റെ, ജഗന്നാഥൻ്റെ, അള്ളാഹുവിൻ്റെ, ഈശാ മിശിഹായുടെ, റസൂലിൻ്റെ, ബുദ്ധൻ്റെ, ശങ്കരൻ്റെ, പരാശക്തിയുടെ എല്ലാ മൂർത്തികളുടെയും ഗുരുക്കന്മാരുടെയും സൂഫി വര്യന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും സന്യാസി വര്യന്മാരുടെയും മഹർഷീശ്വരന്മാരുടെയും എല്ലാം അനുഗ്രഹം നമ്മുടെ ഈ ധർമ്മത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സത്യമേവ ജയതേ. വോയിസ് സന്ദേശം അയച്ചിരുന്നു, അത് സദസ്സിന് മുമ്പാകെ കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ സമയത്തിന് തീരുമാനിച്ച നമ്മുടെ പ്രിയങ്കരനായിരുന്ന ശ്രീ KPA റഹീമിൻ്റെ അനുസ്മരണ പരിപാടി ഇന്ന് പാനൂരിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാരണം ഇന്നലെ വൈകുന്നേരമാണ് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്നും ഒരു പ്രധാന വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. എന്നിട്ട് 11:30 ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിനങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇതുവരെ വിളിക്കാതിരുന്നത്, ഇതുവരെ മെസ്സേജ് അയക്കാതിരുന്നത്. എന്തായാലും റഹീം മാഷയുടെ ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഓർമ്മയാണ്. മനസ്സിൽ തങ്ങി നിന്നുകൊണ്ട്
അദ്ദേഹത്തിൻ്റെ ആ എളിമയും അദ്ദേഹത്തിൻ്റെ ആ കുറേ വാക്കുകളും ഒക്കെ തന്നെ ചിലതൊക്കെ തന്നെ ഞാനെന്നും കാലത്ത് എഴുന്നേറ്റാൽ പരിപാലിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ കണ്ണിലെ അലികൾ അകറ്റണം. അതിന് 2-3 കാരണങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് കണ്ണുകൊണ്ടാണല്ലോ നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ അതിൽ അലിയുണ്ടെങ്കിൽ ചെളിയുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല കാഴ്ചയായി മാറില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ആന്തരികമായ ചില കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതും കഴുകിയിട്ടാണ് ഞാൻ തുടങ്ങുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. എന്തായാലും റഹീം മാഷുടെ ഓർമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. നാളെ വൈകുന്നേരം പാനൂരിൽ PR മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും ശ്രീധരൻ ചമ്പാടിൻ്റെ പുസ്തക ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വരാൻ കഴിയാത്തവരുടെ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി റഹീം മാഷുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. റഹീം മാസ്റ്റർ അദ്ദേഹത്തെ പോലുള്ള അനന്യ വ്യക്തിത്വങ്ങൾ ദൈക്ഷണിക രംഗത്തും സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിലും മനുഷ്യസ്നേഹത്തിൻ്റെ മതജാതി ഭേദങ്ങൾക്കതീതമായ മാനവ സാഹോദര്യത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ദീപ്തി, ഉജ്ജ്വല ദീപ്തി പരത്തി കടന്നുപോയ പലരുമുണ്ട് ഈ രാജ്യത്ത്. ഇന്നത്തെ വളരെ കലുഷമായ സാമൂഹിക അന്തരീക്ഷം നമ്മൾക്കൊക്കെ ദിനംതോറും വാർത്താമാധ്യമങ്ങളിലൂടെ വ്യക്തമാണ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി വിശേഷിച്ചും കഴിഞ്ഞ 1.5 വ്യാഴവട്ടമായി നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആകെ ആശങ്കപ്പെടുത്തുന്ന, ഒരു വേള ഭയചകിതരാക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തിലേക്കാണ്. റഹീം മാസ്റ്റർ ഗാന്ധിജിയുടെ ദർശനങ്ങളാലും ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളും വിചാരങ്ങളുമാലും സ്വാധീനിക്കപ്പെട്ട, അവരുടെ ചിന്തകളും വിചാരങ്ങളും ദർശനങ്ങളും വഴിവിളക്കായി സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഗാന്ധിജിയുടെ ദർശനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും അതിശക്തമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആയിരത്തി 1975 ജൂൺ മാസത്തിലാണ് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് നമുക്കറിയാം. അക്കാലത്ത് 21 മാസം നീണ്ടുനിന്ന അടിയന്തരാവസ്ഥ കാലത്ത് അത്യാചാരങ്ങളും അതിക്രമങ്ങളും അനീതികളും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് 21 മാസം
പിന്നിട്ടപ്പോൾ ആ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഭരണകക്ഷിയും അതിൻ്റെ നേതാക്കളും തിരഞ്ഞെടുപ്പിൽ തറപറ്റുകയും ചെയ്തു. കഴിഞ്ഞ 10 കൊല്ലമായി നാം കേൾക്കുന്നത് ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് പല മട്ടിലുള്ള അത്യാചാരങ്ങളും അരങ്ങേറിയെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നമ്മുടെ രാജ്യത്തുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് അതുമായി താരതമ്യപ്പെടുത്തിയാൽ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട സ്ഥാപനങ്ങൾ ഇത്രയേറെ അകത്തുനിന്ന് പിടിച്ചടക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന, നമ്മെ സ്തബ്ധരാക്കുന്ന എത്രയോ കോടതി വിധികൾ വന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണകൂട സ്ഥാപനങ്ങളാണ് ഈ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ EDയും എല്ലാ ഭരണകൂട സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് 21 മാസക്കാലം കൊണ്ട് ഭരണകൂട സ്ഥാപനങ്ങൾ നിശേഷം അപ്രോപ്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ 77 നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റൊരു ഭരണസഖ്യം അധികാരത്തിൽ വരുമായിരുന്നില്ല. ഇന്ന് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിട്ട് പോലും ഭരണകൂട സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ യൂണിയൻ ഭരിക്കുന്ന പ്രമുഖ കേന്ദ്ര ഭരണകക്ഷിയുടെ ആജ്ഞാനവർത്തികളായി പ്രവർത്തിക്കുന്ന ഒരു അസാധാരണവും വിചിത്രവും ജനാധിപത്യ വിരുദ്ധവുമായ അന്തരീക്ഷം ഇന്നത്തെ കാലത്ത് അടിക്കടി കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന റിപ്പബ്ലിക് വിഭാവനം ചെയ്യപ്പെട്ടത് ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ടാണ് എന്ന് നമുക്കറിയാം. ഒന്നാം റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം നടന്നത് 1950 ജനുവരി 26 ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. നമുക്ക് അചിന്യമെന്ന് തോന്നാം. 1949 കാലഘട്ടത്തിലെ ഡിസംബർ മാസത്തിൽ രാത്രിയുടെ മറവിൽ ബാബരി മസ്ജിദ് എന്ന അയോധ്യയിലെ പള്ളിയിൽ ശ്രീരാമൻ്റെ വിഗ്രഹം ആരോ കൊണ്ടുവച്ചപ്പോൾ ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഭരണകൂടത്തിനറിയാം. അന്ന് ഉത്തർപ്രദേശ് ആയിട്ടില്ല, യുണൈറ്റഡ് പ്രൊവിൻസാണ്. ഇന്നത്തെ ഉത്തർപ്രദേശ് അന്നത്തെ യുണൈറ്റഡ് പ്രൊവിൻസസിൻ്റെ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തായിരുന്നു. പ്രധാനമന്ത്രി നെഹ്റു. ഈ വാർത്ത കേട്ട ഉടനെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, GB പന്തിനോട് പറഞ്ഞത്, ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞു കളയൂ എന്നാണ്. അന്ന് തൊട്ടാണ് ഈ പിന്നീട് നടന്ന കർസേവയും രഥയാത്രയും 92 പട്ടാപ്പകൽ ഡിസംബർ 6 നടന്ന ബാബരി മസ്ജിദ് ധ്വംസനവുമൊക്കെ അതിലേക്ക് ഒക്കെ നയിച്ച സംഭവവികാസങ്ങളുടെ ഒരു ഏറ്റവും വമ്പിച്ച ചുവടുവെപ്പ് ആ വിഗ്രഹ സ്ഥാപനമായിരുന്നു. അതേപോലെ നാം ഓർക്കേണ്ട കാര്യം,
1950 സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിശ്ചയിക്കപ്പെട്ടത്. അതിലെ മുഖ്യാതിഥി, ബഹുമാന്യനായ അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇതറിഞ്ഞ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റിന് ഒരു കുറിപ്പെഴുതി. താങ്കൾ കേവലം ഒരു ഇന്ത്യൻ പൗരൻ ആയി ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷെ താങ്കൾ ഒരിക്കലും ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക മേൽവിലാസത്തിൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ല, അനൗചിത്യമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. താങ്കൾക്ക് സാധാരണ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാം. അതിന് തനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സവിശേഷ വ്യക്തി എന്ന നിലയിൽ ആ ചടങ്ങിൽ താങ്കൾ പങ്കെടുത്തുകൂടാ, അല്ലാതെ നിങ്ങൾക്ക് പങ്കെടുക്കാം എന്ന് നെഹ്റു കുറിപ്പെഴുതി. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന ഔദ്യോഗിക പദവിയുടെ ബലത്തിൽ തന്നെ, ആ പദവി വഹിച്ചുകൊണ്ടു തന്നെ അദ്ദേഹം ആ മത ചടങ്ങിൽ പങ്കെടുത്തു. ഗാന്ധിജി എക്കാലത്തും ഉയർത്തിപ്പിടിച്ച തുടക്കം മുതൽ ഉയർത്തിപ്പിടിച്ച 3-4 ദർശനങ്ങൾ, ആശയങ്ങളുണ്ടായി. ഒന്ന് റിലീജിയസ് പ്ലൂരലിസമാണ്. മതങ്ങളുടെ ബഹുത്വം, ബഹുസ്വരത, വൈവിധ്യം, സ്വരവൈവിധ്യം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല മതങ്ങളുടെ സഹവർത്തിത്വം, സഹജീവനം സാധ്യമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മതങ്ങളുടെ ബഹുത്വം, മതങ്ങളുടെ വൈവിധ്യം, അതിൽ കേന്ദ്രീകരിച്ച ഒരു ഇന്ത്യയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലുള്ള കാലം മുതലേ വിഭാവനം ചെയ്ത ഇന്ത്യ. ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് തന്നെ. ഗാന്ധിജിയുടെ ജീവചരിത്രം വായിച്ചവർക്ക്, ഓട്ടോബയോഗ്രഫി വായിച്ചവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലത്തെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു മുസ്ലിമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോൾ യഹൂദരുണ്ടായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ, പാർസികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആജീവനാന്ത സുഹൃത്തായിരുന്നു CF ആൻഡ്രൂസ്. ദേശീയ വിമോചന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത യൂറോപ്യനായ CF ആൻഡ്രൂസ് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ കൂടിയായിരുന്നു. അദ്ദേഹം മാത്രമാണ് ഗാന്ധിജി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എന്നല്ലാതെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണല്ലോ പേര്. മോഹൻ എന്ന് മാത്രം ആരെങ്കിലും ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ CF ആൻഡ്രൂസ് ആണ്. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. കല്ലൻബാക്ക് യഹൂദനായിരുന്നു. മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, പാർസികളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കൻ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ആരൂഢം, ഇന്ത്യയുടെ നട്ടെല്ല്, മതങ്ങളുടെ പാരസ്പര്യം മാത്രമല്ല, ബഹുത്വമാണ്, ബഹുസ്വരതയാണ്. അത് നിലനിൽക്കണം, എന്നാലേ ഇന്ത്യ എന്ന ആശയം, ഇന്ത്യ എന്ന രാഷ്ട്ര സ്വരൂപം നിലനിൽക്കുകയുള്ളൂ എന്ന് ആദ്യം തന്നെ അദ്ദേഹം മനസ്സിലാക്കി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ട, സ്വാംശീകരിച്ച ഒരു മഹത്തായ ആശയം ഇന്ത്യയുടെ ഭാഷാപരമായ വൈവിധ്യമായിരുന്നു. ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തുടങ്ങിയ പത്രത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. അതൊരു ബഹുഭാഷാ പത്രമായിരുന്നു, മൾട്ടി ലിംഗ്വലായിരുന്നു, ബഹുഭാഷാ പത്രം. അപ്പോൾ ഇന്ത്യയുടെ
ഈ ഭാഷാബഹുത്വത്തെ അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഉൾക്കൊണ്ടിരുന്നു. ഭാഷാബഹുത്വവും മതബഹുത്വവും അതേപോലെ നിന്നില്ലെങ്കിൽ, വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന ആശയം, ഇന്ത്യയുടെ അസ്തിത്വവും സാരാംശവും പൊരുളും തകരുമെന്ന് ഗാന്ധിജിക്ക് അന്നേ അറിയാമായിരുന്നു. ഗാന്ധിജി അതേ കാലം മുതൽ 1948 അദ്ദേഹം വധിക്കുന്നത് വരെ ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിച്ച ആശയം ഹിന്ദു മുസ്ലിം മൈത്രി, ഐക്യം, സാഹോദര്യം എന്ന ആശയമായിരുന്നു. അത് ദക്ഷിണാഫ്രിക്കയിൽ ഉള്ള കാലത്ത് മാത്രമല്ല, അതിനു മുമ്പും അദ്ദേഹം 1915 ജനുവരി ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് തൊട്ട് അദ്ദേഹത്തെ വധിച്ച് തള്ളുന്നത് വരെ, ആ കാലഘട്ടം വരെ അദ്ദേഹം അചഞ്ചലമായി യാതൊരു തരത്തിലുള്ള നിഷ്ഠാശപഥം പോലെ ഉയർത്തിപ്പിടിച്ച ആശയമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം. ആ ഹിന്ദു മുസ്ലിം ഐക്യം അഭംഗുരം അചഞ്ചലമായി ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഐത്തത്തിനെതിരെ, അൺടച്ചബിലിറ്റിക്കെതിരെ അദ്ദേഹം നയിച്ച പോരാട്ടമായിരുന്നു. ഇതൊക്കെ വലിയ തോതിൽ ഹിന്ദു മുസ്ലിം ഐക്യം, മതങ്ങളുടെ പാരസ്പര്യം, സഹവർത്തിത്വം, ബഹുസ്വരത, ബഹുത്വം, നാനാത്വം, ഭാഷാവൈവിധ്യം, ഒരു ഭാഷ, ഒരു മതം, ഒരു സംസ്കാരം, ഒരു നേതാവ്, ഒരു ഇലക്ഷൻ, അങ്ങനെ ഒരുപാട് ഏകങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ചുരുൾ നിവർത്തി വരുന്ന കാലമാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഗാന്ധിജി ഫിസിക്കലായി വധിക്കപ്പെട്ടു. ആശയങ്ങളുടെ ലോകത്ത് ഗാന്ധിജിയെ നിരന്തരം വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ്, ഒരു സമൂഹത്തിലാണ് നാം പലരും വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഒരു ഉദാഹരണം. ഇപ്പോൾ റെയിം മാസ്റ്റർ നാരായണ ഗുരുവിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആശയങ്ങളാൽ വലിയ തോതിൽ പ്രചോദിതനായിരുന്നു എന്നും നമുക്കറിയാം. അതിലേക്ക് ഞാൻ വരാം. ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നമ്മളൊക്കെ TV ചാനലുകളിലൂടെ കണ്ട ചില കാര്യങ്ങൾ. 2019 അയോധ്യ വിധി വന്നു. ആ അയോധ്യ വിധിയിൽ ഗണ്യതമായി പറയുന്നത്, ആ വിധിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അതൊരു തരം ബാലൻസിങ് ആക്റ്റാണെന്ന് പറയുന്നവരുണ്ടാവാം, സന്തുലിതമാക്കൽ പ്രക്രിയയാണെന്ന് പറയുന്നവരുണ്ടാവാം. ആ വിധിയിൽ അസന്നിഗ്ധമായി പറയുന്നൊരു കാര്യം, 1991 ആരാധനാലയ സ്ഥല നിയമം സംരക്ഷിക്കപ്പെടണം. അത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നെടുന്തൂണാണ്. ആ ആരാധനാലയ നിയമം പറയുന്നത് 1947 ഓഗസ്റ്റ് 5 ഇന്ത്യയിലെ ഏതൊരു മതവിഭാഗത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആരാധനാലയങ്ങളുടെ സ്വഭാവം, മതസ്വഭാവം എന്തായിരുന്നുവോ അത് പരിരക്ഷിക്കപ്പെടണം, പരിപാലിക്കപ്പെടണം. അതിൽ യാതൊരു പോറലും ഏൽപ്പിക്കാൻ പാടില്ല. ഭൂതകാലത്ത് പല തെറ്റുകളും അപരാധങ്ങളും നടന്നിരിക്കാം. അതിൻ്റെ പേരിൽ ആ വിധിന്യായം തുടരുന്നത്, ഈ വിധിന്യായം സംസാരിക്കുന്നത് ഭൂതകാലത്തോടും വർത്തമാനകാലത്തോടും ഇന്ത്യയുടെ ഭാവിയോടുമാണ്. ഭൂതകാലത്തിൽ പല അപരാധങ്ങളും നടന്നിരിക്കാം. അതിനെ തിരുത്തേണ്ടത് വർത്തമാനകാലത്തിലല്ല, അത് രാജ്യത്തെ കലാപക്കളമാക്കും. അപ്പോൾ ഭൂതകാലത്തിൽ, മധ്യകാലത്തിൽ ചില ക്ഷേത്രങ്ങൾ ശരിക്കും ചരിത്രം പഠിച്ചാൽ മധ്യകാലത്തിൽ മാത്രം ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളുടെയും ഗണനാനുമതി, പള്ളിക്ക് അടിയിലൊക്കെ ശിവലിംഗങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട് എന്ന അവകാശവാദം ശരിക്കങ്ങോട്ട് കുഴിച്ചു പോയാൽ
പിന്നെ പള്ളികൾ മാത്രമല്ല, ബുദ്ധവിഹാരങ്ങൾ, ബൗദ്ധസ്തൂപങ്ങൾ, ജൈനവിഹാരങ്ങൾ ഒക്കെ പലതിൻ്റെയും ഇഷ്ടികകൾ കാണാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ വിധിന്യായം എന്തായാലും ബാബരി മസ്ജിദ് എന്ന പള്ളി തകർത്ത അതേ സ്ഥലത്ത് തന്നെ ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുവാദം കോടതി കൊടുത്തു. അതേ വിധിന്യായത്തിൽ ബാബരി മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചത് ഒരു ക്ഷേത്രം തകർത്താണെന്നതിന് യാതൊരു വിധ തെളിവില്ല എന്ന കാര്യവും ആ വിധിന്യായം പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ തെളിവുണ്ടാവും. കേരളത്തിൽ തന്നെ നമ്മൾ കുഴിച്ചു പോയാൽ പല ക്ഷേത്രങ്ങളും യുടെയും ഒറിജിനൽ ക്യാരക്ടർ, മൂല സ്വഭാവം ചിലപ്പോൾ ബൗദ്ധ, ജൈന ആ കാലങ്ങളിലേക്കൊക്കെ ചെന്നെത്തും. അതും നമ്മൾക്കറിയാവുന്ന പല ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും വെച്ച് ഇപ്പോൾ നോക്കൂ, റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു പ്ലാസി യുദ്ധത്തിൽ. അങ്ങനെ ബംഗാളിൻ്റെ മൊത്തം ഭരണം പിടിച്ചെടുത്തു. ഇന്ന് സിറാജുദ്ദൗളയുടെ അനന്തരഗാമികളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, റോബർട്ട് ക്ലൈവിൻ്റെ അനന്തരഗാമികളിൽ ആരെങ്കിലും ഒരാളെ, ഞങ്ങളുടെ രാജ്യം പിടിച്ചെടുത്ത ആളാണ്, അദ്ദേഹത്തിൻ്റെ അനന്തരഗാമികളിൽ ഒരാളെ ശരിയാക്കി കളയാം എന്ന് ഇറങ്ങി പുറപ്പെട്ടാലുള്ള മൗഢ്യം, അസംബന്ധം എത്രമാത്രമാണോ അത്രമേൽ അസംബന്ധമാണ് ഭൂതകാലത്തിലെ അപരാധങ്ങൾ ഇന്ന് വർത്തമാനകാലത്തിൽ തിരുത്തപ്പെടണം എന്ന് പറയുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു ജനാധിപത്യ പരമാധികാര മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഗാന്ധിജിയുടെ ദർശനം എന്തായിരുന്നു? ഭാഷയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പൗരത്വം നിർവചിക്കപ്പെടാത്ത ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ എന്നാണ്. അത് തന്നെയാണ് ഭരണഘടനയിൽ വളരെ വ്യക്തമായി പ്രതിഫലിച്ചതും. നമ്മുടെ രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്, തത്വദീക്ഷയുള്ള അകലം പാലിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ. മതവിരുദ്ധമല്ല, എന്നാൽ മതപ്രീണനവുമില്ല. എല്ലാ മതങ്ങളെയും ആദരിക്കുന്നു, ക്രിറ്റിക്കലായിട്ട് വിമർശനാത്മകമായി തന്നെ ആദരിക്കുന്നു. എല്ലാ മതങ്ങളോടും തുല്യമായ അകലം പാലിക്കുന്നു, തുല്യമായ പരിഗണന കൊടുക്കുന്നു. എന്നാൽ മതവിരുദ്ധമല്ല, എന്നാൽ മതപ്രീണനവുമല്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, അതുപോലെ ഒരു ഔദ്യോഗിക ഭാഷ പോലുമില്ല. ഭാഷാ ബഹുത്വം അംഗീകരിക്കുന്ന നമ്മുടെ ബഹുത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കറൻസി നോട്ടുകളാണ്. നോക്കൂ, അതിൽ മലയാളവും തമിഴും തെലുഗുവും ഹിന്ദിയും ഒക്കെ നമ്മുടെ കറൻസി നോട്ടുകളിലുണ്ട്. വെറും ഹിന്ദി മാത്രമല്ല, സംസ്കൃതം മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഷകളിലൊക്കെ എഴുതി വച്ച കാര്യങ്ങൾ, ആ ലിപികൾ, ആ സ്ക്രിപ്റ്റ് നമ്മുടെ എല്ലാ കറൻസി നോട്ടുകളിലുമുണ്ട്. അതാണ് ഇന്ത്യയുടെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും. 1 രൂപയുടെ കറൻസി നോട്ട് ഇപ്പം ഇല്ല. 1 രൂപയുടെ മുതൽ എല്ലാ കറൻസി നോട്ടുകളിലും ഈ ഭാഷാ ബഹുത്വത്തിൻ്റെ ഉത്തമ നിദർശനം കാണാൻ പറ്റും. ആ വിധിയെ തുടർന്ന് ക്ഷേത്രം സ്ഥാപിക്കാൻ അനുമതി കിട്ടി. 2020 രാമക്ഷേത്രത്തിൻ്റെ പൂജ നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ. ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത് കഴിഞ്ഞ് 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം നടന്ന ചടങ്ങുകളിൽ നമ്മൾ ഓരോരുത്തരും എല്ലാ ചാനൽ വഴിയും തത്സമയം കണ്ട ദൃശ്യം ഭയാനകമായിരുന്നു.
ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം പ്രധാനമന്ത്രി കേവലം ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവിടെ സന്നിഹിതരായിരുന്ന ഒരുപാട് സന്യാസിമാർ, യാഗ ഹോമ യജ്ഞാദികൾ, അങ്ങനെ ഒരു സമ്പൂർണ്ണ മതചടങ്ങിൻ്റെ പരിവേഷത്തോടെയാണ് വാസ്തവത്തിൽ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടില്ല. അതുമാത്രമോ, സ്പീക്കറുടെ ചേംബറിൻ്റെ വലതുവശത്തോ ഏതൊരു വലതുവശത്ത് മധ്യകാല രാജപ്രതീകമായ ചോളന്മാരുടെയൊക്കെ രാജാധിപത്യത്തിൻ്റെ, സ്വേച്ഛാധിപത്യത്തിൻ്റെ, രാജവാഴ്ചയുടെ പ്രതീകമായ ചെങ്കോൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൻ്റെ സ്പീക്കറിൻ്റെ ചേംബറിൻ്റെ ഒരു വശത്ത് മധ്യകാലത്തിലെ മതാധിപത്യത്തിൻ്റെ രാജാധിപത്യത്തിൻ്റെ, രാജസ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായ ചെങ്കോൽ സ്ഥാപിക്കുന്നു. ആ ഉദ്ഘാടന കർമ്മം വാസ്തവത്തിൽ നിർവഹിക്കപ്പെടുന്നത് ഏത് ദിനമാണ്? മെയ് 28 എന്ന് പറഞ്ഞാൽ വി ഡി സവർക്കറിൻ്റെ ജന്മദിനമാണ്. വി ഡി സവർക്കറിൻ്റെ ജന്മദിനത്തിൽ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി ആയതിൽ ആർക്കും വിരോധമില്ല. പക്ഷേ ഉദ്ഘാടന ചടങ്ങ് അത്യന്തം മതനിർഭരമായിരുന്നു. ഒരു മതം മാത്രം, പല മതങ്ങളുടെ ആളുകൾ, ഗാന്ധിജിയൊക്കെ സർവമത പ്രാർത്ഥനകൾ, ഇൻ്റർ ഫെയ്ത്ത് മീറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്. മാത്രമോ 2003 AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധി ഗൂഢാലോചന കേസിൽ പ്രതി ചേർക്കപ്പെട്ട, പിന്നീട് തെളിവുകളുടെ അപര്യാപ്തത മൂലം വിട്ടയക്കപ്പെട്ട വി ഡി സവർക്കറിൻ്റെ ഛായാചിത്രം ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് നേർ അഭിമുഖമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട്. സവർക്കർ ഗാന്ധിജിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ രാഷ്ട്രം, അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഗാന്ധിജി മതത്തെ നിരാകരിച്ചിട്ടില്ല. ഗാന്ധിജി ഒരു ഭക്തനായിരുന്നു, അതും നമുക്കറിയാം. പക്ഷെ ഗാന്ധിജി ഒരിക്കൽ പോലും, തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല. ഗാന്ധിജി ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് ക്ഷേത്ര ദർശനമല്ല, ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നടന്ന സർവമത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അത് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇന്നത്തെ ദളിതർക്ക്, അന്നത്തെ അൺടച്ചബിൾ സൈത്തജാതിക്കാർക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ അവിടെ സർവമതങ്ങളുടെയും ഒരു പ്രാർത്ഥനാ യോഗം നടന്നു. അങ്ങനെ ഒരു സർവമത പ്രാർത്ഥനയിൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ അദ്ദേഹം പോയി. അത് പ്രാർത്ഥിക്കാനല്ല, ക്ഷേത്ര ദർശനം നടത്താനല്ല പോയത്. ഒരേ ഒരു പ്രാവശ്യം, നിങ്ങൾ ചരിത്രത്തിലേക്ക് കുറിച്ച് നോക്കൂ, ഗാന്ധിജി ഒരേ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ക്ഷേത്രാങ്കണത്തിൽ പോയത്. അതും ദളിതർക്ക്, ഐത്തജാതിക്കാർക്ക് മധുര മീനാക്ഷി ക്ഷേത്രം തുറന്നു കൊടുക്കും എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം അവിടെ ഒരു സർവമത പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ മാത്രമാണ് പോയത്. ഗാന്ധിജിയുടെ സഹധർമ്മിണി കസ്തൂർബ ഗാന്ധി ഭക്തിയായിരുന്നു. അവര് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ, പുരി ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ, അന്നത്തെ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം ഐത്തജാതിക്കാർക്ക് തുറന്നു കൊടുക്കപ്പെടാത്ത ക്ഷേത്രമാണ്. അന്ന് തുറന്നു കൊടുക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ ദളിതർക്ക്, അൺടച്ചബിൾസിന് തുറന്നു കൊടുക്കപ്പെടാത്ത, പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൽ
കസ്തൂർബ ഗാന്ധി പോയി ദർശനം നടത്തി പ്രാർത്ഥിച്ചു എന്നറിഞ്ഞപ്പോൾ ഗാന്ധിജി, രോഷാകുലനായ ഗാന്ധിജി ഒരിക്കലും തട്ടിക്കയറില്ല. ഗാന്ധിജിയുടെ പ്രതിഷേധം 2 ദിവസത്തെ മൗനവ്രതം മാത്രമായിരുന്നു. മൗനവ്രതം. കസ്തൂർബ പോയത് ശരിയായില്ല. കാരണം ക്ഷേത്ര ദർശനം നടത്തിയ കാര്യത്തിലല്ല ഗാന്ധിജിയുടെ അമർഷം. അയിത്തജാതിക്കാർക്ക് പ്രവേശനം വിലക്കിയ ഒരു ക്ഷേത്രത്തിൽ തൻ്റെ സഹധർമ്മിണി, ഇന്ന് നമ്മൾ പങ്കാളി എന്നാണ്, ഭാര്യ എന്ന് പറയാറില്ല, ജീവിത പങ്കാളി പോയപ്പോഴാണ് ഗാന്ധിജി ആ മൗനവ്രതം നടത്തിയത്. അപ്പോൾ ഗാന്ധിജിയുടെ മതസങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാമൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു, അമ്പലത്തിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാമൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതീകമായിരുന്നു. അതുപോലെ റഹീം മാസ്റ്റർ ശ്രീനാരായണ ദർശനങ്ങളാലും ഗാഢമായി സ്വാധീനിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നാരായണ ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം 1897 നാരായണ ഗുരു രചിച്ച ആത്മോപദേശ ശതകം, അതിൻ്റെ 44-ാം ശ്ലോകം പല മതസാരവുമേകം എന്നാണ്. പല മതസാരവും ഏകം എന്ന് കേൾക്കുമ്പോൾ ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം, മാർഗം ഒരേ ദൈവത്തിലേക്കുള്ള പാതയാണ് എന്ന ലളിത യുക്തി കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഗുരു ഇത് പറഞ്ഞപ്പോൾ ഇതിന് കൂടുതൽ വ്യാപ്തി ഉണ്ടായിരുന്നു. മതങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ആചാരാനുഷ്ഠാനങ്ങൾ, മതങ്ങളുടെ ദൈവശാസ്ത്രം, മതങ്ങളുടെ പൗരോഹിത്യക്രമം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതെല്ലാ മതങ്ങൾക്കും വ്യത്യസ്തമാണ്. ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഹിന്ദു മതത്തിനും ഒക്കെ, ജൂതമതത്തിനും അതുപോലെ പാഴ്സികൾക്കും ഒക്കെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, വ്യത്യസ്തമായ സ്ഥാപന രൂപങ്ങളുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി രൂപപ്പെട്ടതാണ്. അതൊന്നും ശാശ്വതമല്ല, അതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതൊന്നും സ്ഥായിയല്ല. അതേ സമയത്ത് എല്ലാ മതങ്ങൾക്കും ഒരു ധാർമ്മിക നൈതിക വ്യവസ്ഥയുണ്ട്. അത് ഇസ്ലാമിനാണെങ്കിലും ക്രിസ്തു മതത്തിനാണെങ്കിലും ഹിന്ദു മതത്തിനാണെങ്കിലും ജൂതമതത്തിനാണെങ്കിലും എല്ലാ മതങ്ങൾക്കും ഒരു നൈതിക ധാർമ്മിക വ്യവസ്ഥയുണ്ട്. അവയെല്ലാം പ്രഘോഷണം ചെയ്യുന്നത് സ്നേഹം. ക്രിസ്തുമതം സ്നേഹമാണ്, ഇസ്ലാം മതം സാഹോദര്യമാണ് എന്നൊക്കെ, ഹിന്ദുമതം സഹിഷ്ണുതയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും വേറിട്ട് നിൽക്കില്ല. അതൊക്കെ ഒന്നു ചേർന്ന പരസ്പര സംഘാതമായ സമുച്ചയമാണ്. അപ്പോൾ എല്ലാ മതങ്ങളുടെയും സാരം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും ധാർമ്മിക നൈതിക വ്യവസ്ഥിതി, മൂല്യങ്ങൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഒരു മതം, അതാണ് ഏകമതം എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. ഗാന്ധിജിയുടെയും മതദർശനം ഏതാണ്ട് ഈ മട്ടിലായി. ഈ ദർശന പാരമ്പര്യം വളരെ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. KPA റഹീം മാസ്റ്ററെ പോലുള്ളവർ ഗാന്ധിജിയുടെയും ഗുരുവിൻ്റെയും ദർശനങ്ങളെ മനസ്സിൽ ആവാഹിച്ച് സ്വാംശീകരിച്ച് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ടും അദ്ദേഹത്തെപ്പോലുള്ള വ്യക്തികളുടെ അഭാവവും വിടവും ഇന്നത്തെ സമൂഹത്തിൽ ഉളവാക്കുന്ന ശൂന്യതയിൽ വലിയ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടും അത്തരം വ്യക്തികൾ പുതിയ തലമുറയിൽ നിന്ന് ഉയർന്നു വരണം, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പ്രത്യാശിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. റിയാസാണ്.
ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചിക്കോടി നാരായണ മാഷയാണ്. പക്ഷേ നാരായണ മാഷിൻ്റെ ജന്മം 1932-ലാണ്. ഇപ്പോൾ ഒരു 92 വയസ്സ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നോടിയായി വരണമെങ്കിൽ ഒരു 100 വയസ്സെങ്കിലും പൂർത്തിയാവണം. അവിടെ അങ്ങനെയുള്ളൊരു ഗാന്ധിയനെ ഇന്ന് കിട്ടാനില്ല. പിന്നെ ഗാന്ധിയെ കണ്ടവർ, അന്നത്തെ ഒന്നാം നിരയിലെ ഗാന്ധിയന്മാരുമായി ബന്ധപ്പെട്ടവർ, അങ്ങനെയുള്ള പര്യാലോചന വന്നപ്പോഴാണ് നാരായണ മാഷിൻ്റെ പേര് ഉയർന്നു വന്നത്. നാരായണ മാഷ് CKGയുടെ ശിഷ്യനാണ്. AKG CKG എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ കോൺഗ്രസ്സുകാർ നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കേണ്ടതായിരുന്നു. അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKG ഇങ്ങനെ പാടി പതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ CKG എന്ന രീതിയിൽ പാടി പതിപ്പിക്കാൻ കോൺഗ്രസ്സുകാർ ഇല്ലാതെ പോയി. അത് കോൺഗ്രസിൻ്റെ ഒരു വൈകല്യമാണ്. കോൺഗ്രസ്സുകാർ ഉള്ളത് പറയാൻ അറിഞ്ഞൂടാ. അവർ ചെയ്തതോ അവരുള്ളതോ എന്താണോ അത് പറയുന്ന കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ്. കോൺഗ്രസ്സുകാർ ക്ഷമിക്കണം, വളരെ പുറകിലാണ് പല കാര്യങ്ങളിലും. അതിപ്പോൾ എടുത്തു പറയേണ്ട ഒരു വേദിയല്ല, കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ടെലിഫോണിക് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ മൊബൈൽ, അതൊക്കെ ഇന്നത്തെ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം, ശാസ്ത്രിജിക്ക് ശേഷം രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ ഇന്ന് ഏത് വീട്ടിലും, നമ്മുടെ ഈ പാനൂരോ മറ്റു സ്ഥലത്തുള്ള ഏത് വീട്ടിൽ പോയാൽ കൊറോണയ്ക്ക് ശേഷം എന്താ മകൻ്റെ ജോലി, മകളുടെ ജോലി എന്ന് ചോദിച്ചാൽ അതൊരു ഹോംവർക്കാണ്. വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. പണ്ട് ഹോംവർക്ക് എന്ന് പറയുമ്പോൾ അതല്ല. വീട് തൊഴിലാളികൾ എവിടുന്നോ ഇലയും പുകയിലയും കൊണ്ടുവരും, വീട്ടിൽ നിന്ന് പണിയെടുക്കും. അങ്ങനൊരു പണിയായിരുന്നു പണ്ട്. ഇന്നതല്ല. ഇന്ന് കുറച്ചുകൂടി നല്ല നിലയിൽ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലും വീട്ടിൽ നിന്ന് പണിയെടുക്കുകയാണ്. കമ്പനി അമേരിക്കയിലായിരിക്കും, അതിൻ്റെ ഇവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരായിരിക്കും. പക്ഷേ ബാംഗ്ലൂരിൽ പോകാതെ വീട്ടിൽ നിന്ന് പണിയെടുക്കുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജോലി. രാത്രിയാണ് അവിടെ. അമേരിക്കയിൽ രാത്രിയാണ്, ഇവിടെ പകൽ. തിരിച്ചും അതിന് കണക്കായിട്ട് നമ്മുടെ കുട്ടികൾ ഉറക്കൊഴിഞ്ഞ് ജോലി ചെയ്യാണ്. ഇങ്ങനെ ജോലി ചെയ്യുന്നതിന് ഇടയാക്കിയത് രാജീവ് ഗാന്ധിയാണെന്ന കാര്യം ഒരു കോൺഗ്രസ്സുകാരുടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഇവിടെയും പറയാറില്ല. പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണല്ലോ ചെയ്തത്, രാജീവ് ഗാന്ധിയാണല്ലോ കൊണ്ടുവന്നത്. ഇന്ന് എന്തെങ്കിലും ജോലി എവിടെയും ഉണ്ടെങ്കിൽ അതാണ്. പക്ഷെ അന്ന് ഞാൻ CPMൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാലത്ത് ഇവിടെയൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, രാജീവ് ഗാന്ധി ഈ കമ്പ്യൂട്ടറൈസേഷനിൽ വന്നാൽ ഉള്ള ജോലി ഇല്ലാതാവുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പ്രസംഗമൊന്നുമല്ല, നിരന്തരമായി DYFIയുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞത് ഉള്ള ജോലി പോലും ഇല്ലാതാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറൈസേഷനിലൂടെ വന്ന ജോലിയാണ്. പക്ഷേ ഈ കാര്യം പറയുന്നതിൽ കോൺഗ്രസ്സുകാർക്ക് എന്തോ ഒരു മിടുക്ക് കുറവുണ്ട്. അവർ മറ്റെന്തെല്ലോ പറയും, ഇത് പറയില്ല. അതുകൊണ്ടത് പറയണമെന്ന് ഞാൻ പറഞ്ഞു വന്നു. നമ്മുടെ പഴയ കോൺഗ്രസിൻ്റെ പാരമ്പര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 100 കൊല്ലം മുന്നേയുള്ള പാരമ്പര്യം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. പിന്നെ തൊട്ട് നിൽക്കുന്നത് സോളിസ്റ്റാരാണ്. സോളിസ്റ്റ് എന്ന് പറയുമ്പോൾ ജയപ്രകാശ് നാരായൺ, അച്യുത് പടുവർദ്ധൻ, അശോക മേത്ത, അതുപോലെ പ്രഗത്ഭന്മാർ. കേരളത്തിലേക്ക് വരുമ്പോൾ കേളപ്പിയുടെ ശിഷ്യൻ AKG തൊട്ടടുത്ത് CKG. അതുകൊണ്ട് AKG പോലെ തന്നെയായിരുന്നു CKG. പക്ഷേ അത് ആ രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. CK ഗോവിന്ദൻ നായരെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. പക്ഷേ കേളപ്പിജി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ അനിഷേധ നേതാവ് CKG ആണ്. ആ CKGയുടെ ശിഷ്യനാണ് നമ്മുടെ നാരായണ മാഷ്. എന്നിട്ട് നാരായണ മാഷെ നമ്മളിപ്പോൾ കാണേണ്ട ആ രീതിയിലാണ്. അന്നത്തെ രണ്ടാം നിലയിൽപ്പെട്ടിരിക്കുന്ന
ഗാന്ധിയന്മാരിൽ ഒരാളാണ്. ഗാന്ധിയെ കണ്ട CKജിയുടെ ശിഷ്യൻ. പിന്നെ നമ്മുടെ ഭാഗ്യം നാരായണ മാഷ് പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടാണ് കടന്നു വന്നത്. പഴയ പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നാട്ടുമ്പുറത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടറാണ്. അങ്ങനെയാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അധ്യാപകന്മാർ, പഴയ പാരമ്പര്യം, സോളിസ്റ്റാർ പാരമ്പര്യം, അങ്ങനെ അധ്യാപകന്മാരാണ്. കോൺഗ്രസ് ആണ് തുടക്കം. ആണ് കോൺഗ്രസിൻ്റെ അന്നത്തെ പലരും അധ്യാപകന്മാരാണ്. നാട്ടുമ്പുറത്ത് ഗാന്ധി സന്ദേശം അവരാണ് പ്രചരിപ്പിച്ചതും നിത്യം തൻ്റെ ജീവിതത്തിലൂടെ അനുഭവ സാക്ഷാത്കരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള മഹാനായ CKജിയുടെ ശിഷ്യൻ അധ്യാപകനായിട്ട് അധ്യാപക വൃത്തിയിലേക്ക് വരുന്നതിന് മുന്നേ ട്രെയിനിങ്, നമ്മുടെ പാലയാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ ഡയറ്റ് എന്ന് പറയുന്ന പാലയാട് ഒരു കേന്ദ്രം ഇപ്പോൾ ഉള്ളൂ. പക്ഷെ നമ്മളറിയാതെ മറ്റൊരു കേന്ദ്രം പണ്ടേ ഉണ്ട്, കണ്ണൂരിൽ. ഇപ്പോൾ കണ്ണൂരിലെ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിനിങ് നേടിയിരിക്കുന്ന മഹാനാണ് നാരായണ മാഷ്. അതിന് പിന്നിൽ ഒരു അംശമുണ്ട് കേട്ടോ. ഒരു അറ്റുപോയ കണ്ണി എന്ന രീതിയിൽ ഗാന്ധിയന്മാരുടെ കുലഗുരു റഹീം മാഷിൻ്റെ ഗുരു ആരാന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് സുകുമാർ അഴീക്കോടാണ്. ആ സുകുമാർ അഴീക്കോടിൻ്റെ മൂത്ത സഹോദരൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹമാണ് നാരായണ മാഷിൻ്റെ ഗുരു, പ്രിയപ്പെട്ട ഗുരു. അഴീക്കോടല്ല, അഴീക്കോട് ഒരു സുഹൃത്തിൻ്റെ ആ രീതി വിധാനത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ആർക്കും അറിയാത്ത സുകുമാരനോട് അഴീക്കോടിനെ പറ്റി അറിയുന്നവർക്ക് വരെ അദ്ദേഹത്തിന് മൂത്ത സഹോദരൻ അങ്ങനെ ഉണ്ടായിരുന്നു. അഴീക്കോടിനേക്കാളും പ്രഗത്ഭനായിരുന്നു. ലണ്ടനിലാണ് അദ്ദേഹം പിന്നീട് ചേക്കേറിയത്. അവിടെ വലിയ പ്രഗത്ഭനായി അവിടെ തന്നെ മൺമറഞ്ഞു പോയി. അങ്ങനെ ഒരു ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ശിഷ്യൻ. ഇങ്ങനെ പല ഘടകങ്ങളും നാരായണന്മാരെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കാസർഗോഡോ കണ്ണൂരോ വയനാട്ടിലോ അങ്ങനെയുള്ള മേഖലയിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. അവിടെ നമുക്ക് ചിരപരിചയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രദേശം തിക്കോടിയാണ്, മേലടിയാണ്, വടകരയുടെ ഭാഗങ്ങളാണ്, കോഴിക്കോട് ജില്ലയാണ്. അവിടെ അങ്ങ് ഒതുങ്ങി നിന്നു. പക്ഷെ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രൈമറി അധ്യാപക വൃത്തി മാറി ഹൈസ്കൂൾ അധ്യാപകനായി മാറും. CKജിയുടെ പേരുള്ള ഒരു ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. അവിടെ തന്നെ കോളേജും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത കമ്മിറ്റിയിൽ അദ്ദേഹം വിശിഷ്ട സേവനങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോഴാണല്ലോ തലശ്ശേരിക്ക് ഒരു കോളേജ് ഇപ്പോൾ അടുത്ത കാലത്തല്ലേ കിട്ടിയത്. ബ്രണ്ണൻ്റെ കാലത്തേ ഉണ്ട് ബ്രണ്ണൻ. അത് ധർമ്മടത്തേക്ക് പിണറായിക്കങ്ങ് പോയപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഒരു കോളേജില്ല. പിന്നെ കോളേജ് വരുന്നത് ചൊക്ലിയിലാണ്. അത് അടുത്ത കാലത്ത് കോടിയേരി വർഷ കാലത്താണ് വന്നത്. പക്ഷെ അതിനേക്കാളും എത്രയോ ദശാബ്ദങ്ങൾക്ക് മുന്നേ പിന്നോക്കം കിടക്കാവുന്ന മലബാറിൻ്റെ ഒരു ഭൂഭാഗത്ത് ഒരു ഹൈസ്കൂളും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഈ മഹാമനുഷ്യനുണ്ട്. പക്ഷെ കാഴ്ചക്ക് നമുക്കങ്ങനെ തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ ഒരു മുഖഭാവമൊക്കെ ഉണ്ടല്ലോ, ഒരു ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, അതൊന്നും അദ്ദേഹത്തെ കണ്ടുമ്പോൾ കാണാൻ കഴിയില്ല. അതൊക്കെ ഗാന്ധിയുടെ ലാളിത്യത്തിൻ്റെ ഭാഗമാണ്. ലാളിത്യം എന്ന് പറയുമ്പോൾ ഗാന്ധിക്ക് മാത്രമല്ല, ഗാന്ധി മഹാത്മാവെന്ന് വിളിച്ച ഒരാൾ ബഹുമാന്യനുണ്ട്, നമ്മളിന്ന് അറിയാത്തൊരാൾ. നമ്മൾ മഹാത്മാഗാന്ധിക്കാണ്, MK ഗാന്ധിക്കാണ് മഹാത്മാഗാന്ധി എന്ന പേര് കൊടുത്തത്. എന്നാൽ മഹാത്മാഗാന്ധി മഹാത്മാവെന്ന് പറഞ്ഞ് കാല് തൊട്ട് വന്നിക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത്രമാത്രം നമ്മുടെ ശ്രദ്ധയിൽ വരില്ല. ഗോഖലെ എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് ഗാന്ധിജി പലതവണ ആത്മകഥയിൽ അത് അടിയുറപ്പിച്ച് പറഞ്ഞെങ്കിലും പുതിയ തലമുറയിലേക്ക് അത് സന്നിവേശിപ്പിക്കാൻ പലർക്കും കഴിഞ്ഞില്ല, പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ അധികാരത്തിലേക്ക് പോയി. പക്ഷെ നമ്മൾ ഇന്നും ആലോചിക്കണം, നമ്മൾ മഹാത്മാവെന്ന് ഗാന്ധിയെ വിളിക്കുമ്പോൾ ഗാന്ധി മഹാത്മാവെന്ന് വിളിച്ചത് ഗോഖലെയാണ്. ഗോഖലെ മഹാത്മാവെന്ന് വിളിച്ചത് റാനഡെ, ജസ്റ്റിസ് റാനഡിയാണ്, ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അമരക്കാരൻ. ഇങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഇന്നത്തെ ഒരു പ്രധാനമന്ത്രി ഒരു 10 കൊല്ലം ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ആയി. മൻ കി ബാത്ത് അങ്ങനെയൊന്നും ഒരു ധാരണ പരക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, അങ്ങനെയൊന്നുമല്ല വരവ്. റാനഡയുണ്ട്, ഗോഖലെയുണ്ട്, പിന്നെയാണ് മഹാത്മാഗാന്ധി. ദക്ഷിണാഫ്രിക്കയിൽ സമരം നടത്തുമ്പോൾ
അവിടെ എത്തി നോക്കിയ ഒരേ ഒരു കോൺഗ്രസ് നേതാവ് ഗോഖലെ മാത്രമാണ്. ആ ഗോഖലയുടെ തലയിൽ കൊടുക്കുന്ന ഒരു കെട്ടുണ്ടല്ലോ, ഒരു വേഷ്ടി. ആ വേഷ്ടി അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ്. അദ്ദേഹം ഒരു ഇഴ പോലും ഇല്ലാതാവുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതേ വേഷ്ടിയുമായിട്ടാണ് ഗാന്ധിയുടെ ടോൾസ്റ്റോയ് ഫാമിലേക്ക് ഗോഖലെ വന്നത്. ആ ഗോഖലേക്ക് ഇതൊന്ന് അലക്കി വൃത്തിയായി കൊടുക്കാൻ ഗാന്ധി പരമാവധി ശ്രമിച്ചു നോക്കി. ഞാൻ അലക്കാം, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളൂ. അതിങ്ങനെ കിട്ടിയ ഒരു തലപ്പാവാണ്. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അലക്കി വൃത്തിയാക്കാൻ ഞാനത് പരമാവധി ശ്രമിക്കാം എന്ന് ഗാന്ധി പറഞ്ഞ് അവസാനം നൽകി കൊടുത്തു. ഗോഖലെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇങ്ങനെ ആരും ഇതുപോലെ വൃത്തിയാക്കിയിട്ടില്ല, ഒരഴിയും പൊട്ടിയിട്ടില്ല. ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അവാർഡ് ഈ ജ്ഞാനപീഠ അവാർഡല്ല, ഇതാണ് അവാർഡ്. തൻ്റെ ഗുരു തനിക്ക് നൽകിയിരിക്കുന്ന അവാർഡ് ഇതാണ്. നീ നല്ല അലക്കുകാരനാണ്, നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പരതിൻ്റെ പിന്നെ പോകുന്ന തിരക്കിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് റഹീം മാഷെ അനുസ്മരിക്കുന്ന ഈ ഘട്ടത്തിൽ ഗാന്ധിയുടെ ആത്മകഥയിലേക്ക് നാം തിരിഞ്ഞു പോകണം. ഗാന്ധിയുടെ ഗുരുവായിരിക്കുന്ന ഗോഖലേക്ക് പോകണം. അതിലൂടെ പോയിട്ട് വരുമ്പോൾ ലളിത ജീവിതവും ഊഞ്ചാ വിചാർ, ഉന്നതമായ ചിന്തയും ഉന്നതമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകും. അതിനുവേണ്ടി അവസാന നിമിഷം മാഹിയിൽ മൺമറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ അധ്യാപകൻ റഹീം മാസ്റ്റർ, ആ മാഷും അദ്ദേഹത്തിൻ്റെ അവസാന ശബ്ദം പോലും ഇതിനു വേണ്ടിയാണ് വിനിയോഗിച്ചത്. നമ്മൾ ഈ പാനൂരിൽ കൂടിയിരിക്കുന്ന നമുക്കും ആ ഒരു കടമ നിർവഹിക്കാൻ ഭാവിയിൽ കഴിയണം. തിക്കോടി നാരായണ മാഷെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനൊരു അംഗീകാരം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന CKGയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ വിലയില്ലാത്തത് സഹകരണ സ്ഥാപനങ്ങൾക്കാണ്. സഹകരണ ബാങ്ക് അതിൻ്റെ എല്ലാ വിശ്വാസിയും തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ നമ്മുടെ ഔന്നത്യത്തിൽ ഓരോ പഞ്ചായത്തിലും എത്ര വർഷമായി നിലകൊള്ളുന്നത് ഈ സഹകരണ പ്രസ്ഥാനമാണ്. തിക്കോടിയിൽ ഒരു സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു നമ്മുടെ നാരായണ മാഷ്. ഈ എംപ്ലോയീസിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഇങ്ങനെ ബഹുമുഖ മേഖലകളിലൊക്കെ കടന്നുപോയിരിക്കുന്ന അദ്ദേഹത്തെ ഈ രീതിയിൽ ഞാൻ പരിചയപ്പെടുന്നു. അതുകൊണ്ട് പൂർണ്ണമായി എന്ന് ധരിക്കരുത്, അപര്യാപ്തതയുണ്ടാവും. അദ്ദേഹത്തെ പറ്റി പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് തിക്കോടിയിലോ മേലടിയിലോ പ്രവർത്തന മേഖലയിൽ 25 വർഷം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിച്ച ഒരു മാന്യദേഹം കളങ്കലേശമന്യേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. എൻ്റെ നിർത്തുന്നു. തിക്കോടി നാരായണൻ മാസ്റ്റർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നേരത്തെ പ്രസംഗങ്ങളിലെല്ലാം എല്ലാ ആളുകളെയും പേര് പരാമർശിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ പേരെടുത്ത് പറയുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നുമില്ല. KP റഹീം മാസ്റ്റർ ഈ നാടിന് എന്താണ് എന്നും ഈ നാട് എത്രമാത്രം അദ്ദേഹത്തെ ഹൃദയത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഈ നാട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ വേറിട്ട പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റഹീം മാസ്റ്ററുടെ വിയോഗം, ആ വാർത്ത കേട്ട ആളുകളൊക്കെ അത് സത്യമാകരുത് എന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അത് റഹീം മാസ്റ്റർ എന്ന് പറയുന്ന ആൾ ഈ നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഓരോ ആളുകളുടെയും കാതിനകത്തേക്ക് ആ വിയോഗ വാർത്ത കേട്ടപ്പോൾ പരസ്പരം വിളിച്ചും പരസ്പരം അന്വേഷിച്ചും ആ വാർത്ത സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ച ആളുകളാണ് ഒരുപാട് ആളുകൾ. KP റഹീം എന്ന് പറയുന്ന ആ ചുരുക്കപ്പേരിൽ കേൾക്കാൻ പ്രിയപ്പെട്ടതും
ഏറ്റവും രസകരവുമായ വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് രുചിക്കൂട്ടുകളായി ചേർത്ത് തന്ന് കടന്നു പോയതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും അവിടെ പോയിരുന്ന് ആ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാൻ താല്പര്യം കാണിച്ച ഒരാളാണ്. അവസാനമായി ചണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് ആ നാട് ഒരു വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഒരു പരിപാടി വെച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ടായിരുന്നു. കൊച്ചുമക്കൾ വേദിക്ക് മുന്നിലൂടെ ഓടിക്കളിക്കുമ്പോഴും ആളുകൾ വ്യത്യസ്ത രീതിയിൽ സംസാരിക്കുമ്പോഴുമൊക്കെ തൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകാതെ ഏറ്റെടുത്ത പ്രഭാഷണം അത് അവസാനം വരെ ഇരുന്ന ആളുകളുടെ മനസ്സിൻ്റെ അകത്തേക്ക് അതിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ടാണ് പലപ്പോഴും റഹീം മാസ്റ്റർ പ്രഭാഷണം അവസാനിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് KPA എന്ന് പറയുമ്പോൾ കേൾക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് സമ്മാനിച്ച് കടന്നു പോയതാണ്. ഇവിടെ ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ പ്രിയപ്പെട്ട തിക്കോടി നാരായണൻ മാസ്റ്ററെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മളൊക്കെ അറിയുന്നതിനപ്പുറത്ത് ആരാണോ എന്ന് വരച്ചു കാട്ടിത്തന്ന ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം ആ മഹത് വ്യക്തിയെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ പല വേദികളിലും പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ പിറകിലൊക്കെ ഇരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗ ശൈലിയും ഒരു പ്രഭാഷണ ശൈലിയൊക്കെ നമ്മുടെയൊക്കെ ഏറെ അസൂയപ്പെടുന്ന രീതിയിൽ നമ്മളൊക്കെ എത്താൻ പറ്റാത്ത തലങ്ങളിലേക്ക് അറിവിൻ്റെ ഒരു പ്രഭാഷണ കലയുടെ ആൾ കൂടിയാണ് ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ. എന്തു തന്നെയായാലും KPA റഹീം മാസ്റ്റർ എന്ന് പറയുന്നത് ഈ നാട് ചേർത്ത് പിടിച്ച നാടറിഞ്ഞ, നമ്മൾ പലപ്പോഴും നമുക്ക് സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കി ആ മേൽവിലാസം നാടറിയുന്നതിനപ്പുറത്ത് ഈ നാടിനൊരു മേൽവിലാസം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു പോയതാണ് KPA റഹീം മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ നടപ്പിലും അദ്ദേഹത്തിൻ്റെ നോക്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും ചേർത്ത് പിടിക്കലുമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം അറിയാതെ കടന്നുപോയ ചുരുക്കം ചില വ്യക്തികളിൽ ഏറ്റവും ആദ്യം പറയാൻ പറ്റുന്ന ഒരു പേര് അത് KPA റഹീം മാസ്റ്ററുടെ പേരാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. റഹീം മാഷുടെ കുടുംബം ഇവിടെയുണ്ട്. കബീർ മാഷുണ്ട്, ലൈലായുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, ബന്ധുക്കളുണ്ട്. റഹീം മാഷുടെ ആ ഒരു സ്നേഹങ്ങളും ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള സ്വഭാവ ഗുണങ്ങൾ ആ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കൊച്ചുമകള് ടീച്ചറുടെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ വീടുകളിൽ നിന്ന് പലപ്പോഴും പറയും, ഒന്ന് ലൈല മാമിനെ വിളിക്കണം, സംസാരിക്കണം, ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബങ്ങളിൽ പോലും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായി റഹീം മാസ്റ്ററുടെ കുടുംബം ഉണ്ട്, മാറിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൽ നിന്ന് മക്കൾക്ക് കിട്ടിയ ഒരു കഴിവാണ്. അതുകൂടി പറയാതിരുന്നാൽ അത് തെറ്റായി പോകും എന്നതുകൊണ്ടാണ് അതും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത്.
പ്രതിബദ്ധതയായി പ്രിയപ്പെട്ട അതുപോലെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടെ എത്തിയ മുനിസിപ്പൽ ചെയർമാൻ, ബഹുമാന്യനായ സ്വാമിജി, വേദിയിലും സദസ്സിലുമുള്ള ആത്മബന്ധുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, അതിനുള്ള വേദിയുമല്ല ഇത്. KPA റഹീം മാസ്റ്ററുടെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും സ്നേഹിതരും നാട്ടുകാരുമെല്ലാം സമ്മേളിച്ച ഈ വേദിയിൽ അദ്ദേഹത്തെ ആ അവസരത്തിൽ ഓർമ്മിക്കുന്ന ഈ വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാവാൻ സാധിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്താൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെ ആദരിച്ചതിന് നന്ദി എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതിന് അർഹനാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നെ ആദരിച്ചിരിക്കുന്നു, ആ ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നു. അതിനിടയാക്കിയ ആ അനുസ്മരണ സമിതിയുടെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ആ നന്ദി പ്രകടനം കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗാന്ധിജിയെപ്പറ്റി ഇവിടെ ധാരാളം സംസാരിച്ചു. ഞാൻ ഗാന്ധിജിയെ കണ്ടിട്ടില്ല. 2 ഗാന്ധിമാരെ കണ്ടിട്ടുണ്ട്. കേരള ഗാന്ധി കേളപ്പജിയെയും മയ്യഴി ഗാന്ധി ഐ.കെ. കുമാരൻ മാഷയും. പിന്നീട് കുറേ ഗാന്ധിയന്മാരെ കണ്ടു. പക്ഷെ അവരൊന്നും എന്നിൽ അത്ര സ്വാധീനം ചെലുത്തിയിരുന്നില്ല. എന്നിൽ സ്വാധീനം ചെലുത്തിയത് ഇവരെന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർമ്മിച്ചത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥയാണ്. വളരെ കുട്ടിക്കാലത്തെ കഥ. ആ കുട്ടിക്കാലത്ത് 4ാം തരത്തിലോ 5ാം തരത്തിലോ പഠിക്കുമ്പോൾ എൻ്റെ വിദ്യാലയം അന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ വളരെയേറെ പങ്കാളിത്തം വഹിച്ചൊരു വിദ്യാലയമായിരുന്നു. മാതൃഭൂമിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും അതിന് ആദ്യത്തെ ഡെപ്യൂട്ടി എഡിറ്ററുമായ TPC കിടാവ്, മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായ E.C. കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കീഴരിയൂർ ബോംബ് കേസ് പ്രതിയും എല്ലാമായി പ്രവർത്തിച്ചിരുന്ന KPCC ഗോപാലേട്ടൻ എന്നറിയപ്പെടുന്ന K. ഗോപാലൻ, തിക്കോടിയൻ, ഇവരെല്ലാം ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പേ ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായിരുന്നു. അവിടുത്തെ അധ്യാപകൻ നമ്മുടെ മൊയാർച്ച് ശങ്കരനായിരുന്നു, നിങ്ങളറിയും. അങ്ങനെയുള്ള ഒരു വിദ്യാലയത്തിൽ രാജസ്തുതി പ്രാർത്ഥനയായി പാടുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ പ്രാർത്ഥനയായി ചൊല്ലിയ വിദ്യാലയമായിരുന്നു എൻ്റെ പ്രൈമറി വിദ്യാലയം. ഞാനിത് പറയാൻ കാരണം, എന്നെ ഞാനാക്കിയതിന് ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ചത് എൻ്റെ ആ നാട്ടിൻ പുറത്തുള്ള എൻ്റെ പ്രൈമറി വിദ്യാലയമാണ് എന്ന് ഓർമ്മിക്കാനാണ്. ഒരു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഞാൻ 4ാം തരത്തിലോ 5ാം തരത്തിലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പഠിക്കുമ്പോൾ അവിടെ ഒരു ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഒരു പ്രസംഗ മത്സരം ഏർപ്പെടുത്തുകയുണ്ടായി. ആ പ്രസംഗ മത്സരത്തിൽ എങ്ങനെയോ ഉരുണ്ട് ഞാൻ 1ാം സ്ഥാനത്തെത്തി. എനിക്കൊരു പുസ്തകമാണ് സമ്മാനമായി കിട്ടിയത്. 48, 49 കാലഘട്ടത്തിൽ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമായൊരു കാര്യമാണ്. ഒരു സ്ഥലത്തൊരു പുസ്തകം കിട്ടാനുണ്ടാവില്ല. പാഠപുസ്തകങ്ങൾ വായിക്കുക പഠിക്കുക അല്ലാതെ മറ്റൊരു പത്രം പോലും ആഴ്ചപ്പതിപ്പ് പോലും കാണാനില്ലാത്ത, ഇന്നത്തെ പോലെ വായനശാലയോ ഗ്രന്ഥാലയമോ ഒന്നുമില്ലാത്ത കാലമാണ്. ഒരു പുസ്തകം കിട്ടിയപ്പോൾ അത് എത്ര തവണ വായിച്ചു എന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഒരുപാട് തവണ ഞാനത് വായിച്ചിട്ടുണ്ടാകും. ആ പുസ്തകം ഏതായിരുന്നു അറിയുമോ? നമ്മുടെ മാധവനാർ തർജ്ജമ ചെയ്ത ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷകളായിരുന്നു മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരണം, ആ കഥ, ആ ജീവിത കഥ എന്നെ ഈ ആവർത്തിച്ച് വായിച്ചതുകൊണ്ട് ആ കുട്ടിക്കാലത്ത് തന്നെ എന്നിൽ അഭിനിവേശം ജനിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ചിന്ത ഇന്നും എന്നിലേക്ക് പടർന്നു പഠിക്കുന്നു. ആ ചിന്തയാണ് ഗാന്ധിയിലേക്ക് എത്തിയതും ആ ചിന്തയാണ്. പിന്നീട് CKജിയുമായുള്ള ബന്ധം, അതുപോലെ പലരുമായുള്ള ബന്ധം, അതൊക്കെ എന്നെ ആ ചിന്തയിൽ എത്തിച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും
ഗാന്ധിജിയെ നമ്മൾ വധിച്ചു. 1948 ജനുവരി 27 ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ, ഷിൻസി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിച്ചുകൊണ്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി പ്യാരലാൽ അദ്ദേഹത്തെ കൂട്ടി ഗാന്ധിജിയുടെ അടുത്തെത്തിച്ചു. ആ സംഭാഷണത്തിനിടയിൽ നടന്നായിരുന്നു ആ സംഭാഷണം. ആ സംഭാഷണത്തിൽ ഗാന്ധിജി പറഞ്ഞു, എനിക്ക് ഇനി നല്ലത് ഈ ലോകം വിടുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ, കഴിയുന്നത്ര അടുത്ത ദിവസം എനിക്ക് തിരിച്ചു പോകാൻ ഒരവസരമുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. ഇത് കേട്ട് ആ പത്രപ്രവർത്തകൻ ഞെട്ടിപ്പോയി. വളരെ അടുത്ത ദിവസങ്ങളിലേക്ക് സാധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ കൈത്തോക്കുവേണ്ടി വന്ന അദ്ദേഹം ഗോഡ്സെയെ മുമ്പിട്ട് തലകുനിച്ച് വന്നിച്ച് നമസ്കരിച്ച് ആ വെടിയുണ്ട ഏറ്റുമേടിച്ച ചരിത്രമാണ്. ലോകത്തിലെ ഒരു ഇതിഹാസ ചരിത്രം പോലെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സംഭവമാണിത്. ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് ഗാന്ധിജിയുടെ സ്ഥിതി എന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഗാന്ധിജിയെ ഒരിക്കലേ ഗോഡ്സെ വധിച്ചുള്ളൂ. പക്ഷേ നാം ഇന്ന് ദിവസം തോറും ഗാന്ധിജിയെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരുത്തരുടെയും വക ഗാന്ധി വന്ന് നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മഹാപ്രതിഭകൾ എങ്ങനെയുടെ വളരെ മഹാപ്രതിഭകളായ ആളുകൾക്ക് മരണം ഒരു അവസാനമല്ല. അവർ മരിച്ചാലും അവരുടെ പ്രതിഭ യുഗങ്ങളോളം നിലനിൽക്കുന്ന ചരിത്രമാണ് ലോകത്തുള്ളത്. ആ ചരിത്രം ഇന്ത്യയിലും ആവർത്തിക്കും. ആരെക്കൊണ്ടും ഗാന്ധിജിയെ മയക്കാനാവില്ല, മറക്കാനാവില്ല. ആ നമ്ര ശിരസ്കതയോട് ആ നാമത്തിന് മുമ്പിൽ ഓർമ്മകൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് നൽകിയ ഈ ഉപകാരത്തിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ഭാരത്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ യാക്കൂബ് ലാങ്കു, വേദിയിലുള്ള നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് മാത്രമല്ല പുരസ്കാര ജേതാവായിട്ടുള്ള തിക്കോടി നാരായണ മാഷ്, സൂര്യ ചന്ദ്രൻ മാഷ്, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഈ സംഘടനയുടെ പ്രമുഖ പ്രവർത്തകന്മാരെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരൻ, ഒരു നീണ്ട പ്രസംഗത്തിനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഈ സംസാരിക്കാൻ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ 2-3 വാക്കുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഒരു ആദരണം എനിക്ക് തന്നത് KPA റഹീം സ്മൃതി വേദി. അദ്ദേഹം ഓർമ്മയായതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്മരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന വേണം എന്ന രീതിയിലുള്ള വളരെ ദൃഢമായ ആലോചനയ്ക്ക് ശേഷമാണ് KPA റഹീം സ്മൃതി വേദി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. എൻ്റെ സഹപ്രവർത്തകന്മാരായിട്ടുള്ളതൊക്കെ ആലോചിച്ച് ഇനി മുന്നോട്ട് റഹീം മാഷയുടെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിലെത്തിക്കണം. അതുമാത്രമല്ല, സമൂഹത്തിൽ നിന്ന് യുവ തലമുറ വളർന്നു വരണം എന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് 6ാമത്തെ വർഷമാണിത്. ഈ വർഷത്തും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നല്ല പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. എൻ്റെ അനുഭവത്തിൽ ചെറിയ അനുഭവങ്ങൾ മാത്രം പറയാം. KPA റഹീം മാഷും ഞാൻ പാനൂർ ഹൈസ്കൂളിൽ പഠിച്ച ആളാണ്. പാനൂർ ഹൈസ്കൂൾ 1969 ഞാൻ പാനൂർ ഹൈസ്കൂൾ വിട്ടു. 67 തന്നെ SSLC പാസ്സായതിനു ശേഷം വിട്ടു.
ആ സമയത്ത് റഹീം മാഷ് പാനൂർ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നില്ല, അധ്യാപകനായിരുന്നില്ല. പിന്നീട് റഹീം മാഷ് അധ്യാപകനായി കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് റഹീം മാഷുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ അവസരം കിട്ടിയത്. അതിനുശേഷം റഹീം മാഷ് തിരഞ്ഞെടുത്ത ഈ പ്രവർത്തനങ്ങളൊക്കെ ആകൃഷ്ടനാവുകയും പ്രത്യേകിച്ച് നാരായണ ദർശനങ്ങളെ പറ്റിയിട്ടും വാഗ്ബടാനന്ദ ദർശനങ്ങളെ പറ്റിയിട്ടൊക്കെ റഹീം മാഷ് ഇത്രയധികം ഗാഠമായ തരത്തിലുള്ള പഠനം നടത്തുകയും ആ ആദർശങ്ങൾ മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക ആദരവ് തോന്നി എന്ന് മാത്രമല്ല, ആ പ്രസംഗം മുഴുവൻ ഞാൻ ഇരുന്ന് ശ്രവിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം സ്വാംശീകരിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പല സ്ഥലത്തും സഞ്ചരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ബാച്ചായി കുറച്ചാളുകൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ഞാനും അദ്ദേഹത്തിൻ്റെ വിവിധ പരിപാടികളിലൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം പോയി സദസ്സിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴുവനായിട്ട് കേട്ടതായ അനുഭവങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും, കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും. അതുമാത്രമല്ല, പിന്നീട് ഞങ്ങൾ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ഞാനും റഹീം മാഷൊക്കെ കൂടിയിട്ടൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അത് സ്കറിയ കല്ലൂർ എന്നു പേരായിട്ടുള്ള ഒരു വൈദികൻ, അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും റഹീം മാഷുമായിട്ട് ബന്ധപ്പെടുകയും ഞാനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തതിന് ശേഷം ഈ പാനൂർ പ്രദേശത്ത് ഇവിടെയൊക്കെ കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും നടക്കുന്നതായിട്ടുള്ള സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, അതിദാരുണമായ തരത്തിലുള്ള അനുഭവങ്ങൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ജനങ്ങളെടുത്ത് പോയി സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. ആ സംഘടന പേര് പീസ് മൂവ്മെൻറ്റ്. പീസ് മൂവ്മെൻറ്റ് ഇതിൻ്റെ ചെയർമാൻ ഫാദർ സ്കറിയ കല്ലൂറാണ്. റഹീം മാഷായിരുന്നു മുഖ്യ സംഘാടകൻ, ഞാൻ സഹസംഘാടകൻ. അതിൻ്റെ ആഭിമുഖ്യത്തിൽ പല സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു പല സ്ഥലങ്ങളിൽ പോയി പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. റഹീം മാഷ് പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഞാൻ പ്രസംഗിക്കും. അങ്ങനെ പല സ്ഥലങ്ങൾ, കണ്ണൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രഭാഷണത്തിന് പോയിരുന്നു. ആ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് KP റഹീമിൻ്റെ പ്രഭാഷണം എത്രമാത്രം ആളുകളുടെ ഉള്ളിൽ അഗാധമായി സ്പർശിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള വിയോഗം നമുക്ക് വലിയൊരു തീരാനഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്കും ഒരു തീരാനഷ്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഠന വിദ്യാർത്ഥിയും കൂടിയാണ് ഞാൻ. ആ നിലക്ക് റഹീം മാഷ് ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞത് വലിയ വേദനയോടുകൂടിയാണ് ഇന്നും ഞാൻ സ്മരിക്കുന്നത്. അങ്ങനെ KP റഹീം മാഷയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ എന്നെന്നും സ്മരിച്ചുകൊണ്ട്, എന്നെന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ സമൂഹത്തിൽ നിരന്തരമായി ഉണ്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ ആശയം ശരിക്കും ജനങ്ങളിൽ പ്രതിഫലിപ്പിച്ച് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എല്ലാവർക്കും നമസ്കാരം. മഹനീയ സദസ്യനായ അധ്യക്ഷൻ ശ്രീ യാക്കൂബ് എലാങ്കോട് അവർകൾ, ഇവിടെ KPA റഹീം മാസ്റ്റർ സ്മരണാർത്ഥം സ്മൃതിവേദി പുരസ്കാര ജേതാവ് ശ്രീ തിക്കോടി നാരായണൻ മാസ്റ്റർ, പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനും കൂടിയായിട്ടുള്ള ശ്രീ ചൂരൈ ചന്ദ്രൻ മാസ്റ്റർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം ഇന്ന് അതിവേഗം ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് കാലഘട്ടമാണ്. ഈ ഇൻ്റർനെറ്റ് കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ലാതെ തന്നെ ഒരു ഇൻട്രാനെറ്റ്
KPA റഹീം മാസ്റ്ററുടെ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ 6-ാം വർഷത്തിലും ഈ വേദിയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിനോടുള്ളൊരു സ്നേഹബന്ധനം, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഈ കൊച്ചു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഈ അവസ്ഥയിൽ ഇത്രയും ആളുകൾ വന്നു ചേർന്നുകൊണ്ട് ഇത്തരം സ്മരണാഞ്ജലി അർപ്പിക്കുന്നു എന്നത് തന്നെ മാഷിനോടുള്ള ഏറ്റവും ആ ജീവിതത്തോടുള്ള ഒരു കൃതജ്ഞത തന്നെയാണ്. അത് ഈ കുടുംബം ആ സ്നേഹവന്ദനം തിരിച്ചങ്ങോട്ടും പ്രതിവചിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മാഷ് ഏതൊക്കെ ആദർശങ്ങളെ കൊണ്ട് നെഞ്ചിലേറ്റി നടന്നുവോ അതിൻ്റെ പിൻതലമുറക്കാരായാണ് ഇത്തരം ആളുകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നും ആശാവഹമായ ഒരു മാറ്റമാണ്. കാലഘട്ടത്തെ നമുക്ക് പഴിക്കാം, പക്ഷേ ഒരു കാലവും ഒന്നും കൊണ്ടുപോകുന്നില്ല. ആശയങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ കീഴടക്കുമ്പോൾ കാലഘട്ടം നന്മയോടെ തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണല്ലോ മഹത്തുക്കൾ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള മഹാത്മാക്കളെ ഇനിയും ഈ വേദിയിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഒപ്പം റഹീം മാഷുടെ പേരിൽ പല രീതിയിലുള്ള ഗ്രൂപ്പുകൾ നമുക്ക് വാട്സപ്പിലൊക്കെ കാണാൻ പറ്റും. ആ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാഷ് ഏതിനെയൊക്കെയാണ്, ഏത് ആദർശങ്ങളെയൊക്കെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്, ആ ആദർശങ്ങളുടെ ഉന്നമനം, അതിൻ്റെ ആ ഉൾക്കാഴ്ച കൊണ്ടുള്ള ആശയവിനിമയങ്ങളാണ് നടക്കേണ്ടത്, മറ്റല്ലാതെ തല്ലുകൂടുകയല്ല വേണ്ടത് എന്നും എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ KPA റഹീം സ്മൃതി വേദി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദിയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ കുടുംബം എപ്പോഴും ഒന്നിച്ചു നിന്നിട്ടുണ്ട്, ഹൃദയത്തിലേറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ യാക്കൂബ് ലാങ്കോട്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KPA റഹീം മാസ്റ്ററുടെ പേരിൽ അദ്ദേഹം വിട്ടുപിരിഞ്ഞ് 6 വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഇത്തരം ഒരു സംഘടനയിൽ ചേരുകയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാലം ഒന്നിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ നേരത്തെ മുമ്പ് സംസാരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും പ്രസംഗം നടത്താൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ റഹീം മാസ്റ്ററുടെ ഓർമ്മ എന്നും നിലനിൽക്കണം. ഈ അവാർഡ് മാത്രമല്ല ഞങ്ങളുടെ ഉദ്ദേശം, അതോടൊപ്പം വളർന്നു വരുന്ന കുട്ടികളിൽ പ്രസംഗ മത്സരവും, എന്തായിരുന്നു ഗാന്ധിജി, എന്തായിരുന്നു ശ്രീനാരായണ ഗുരു, എന്തായിരുന്നു സൂഫിസം, റഹീം മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്ന ഈ 3 കാര്യങ്ങളും വരും തലമുറക്ക് അത് അവരെ ഉദ്ബോധിപ്പിക്കാനുള്ളൊരു പ്രവർത്തനം ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് മുൻപും നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വരും വർഷങ്ങളിൽ ആ കാര്യങ്ങൾ കൂടി ചെയ്യും എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ അവാർഡ് ജേതാവ് തിക്കോടി നാരായൺ മാസ്റ്ററെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ജീവിതം കൊണ്ട് ഗാന്ധിയനായി ജീവിച്ച, ഗാന്ധിയെ കണ്ടില്ലെങ്കിലും ഗാന്ധിയനായി ജീവിച്ച അദ്ദേഹത്തെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച യാക്കൂബ് എല്ലാം കൂടെ അവർക്ക് ഈ സ്മൃതിവേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് KP മോഹൻ അവരുകളായിരുന്നു. അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച ഔദ്യോഗിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞ് അദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു.
ഇന്ന് ചാർജ് എടുത്ത് ആ സമയത്ത് ഞങ്ങൾ വിളിച്ചപ്പോൾ ഇങ്ങനൊരു ഞങ്ങൾക്ക് ഇവിടെ MLA എത്താൻ സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങളെ പരിപാടി ഉദ്ഘാടനം ചെയ്തു തരണമെന്ന് എൻ്റെ സുഹൃത്തു കൂടിയായ ആഷിമിനെ വിളിച്ചപ്പോൾ ആ സമയത്ത് തന്നെ കൃത്യമായി എത്തിയില്ലെങ്കിലും ചടങ്ങിലെത്തി ഉദ്ഘാടനം ചെയ്ത KP ആഷിം അവരുകളെയും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളോടൊപ്പം സ്മൃതിവേദി രൂപീകരണത്തിന് ശേഷം എപ്പോഴും ആശയവിനിമയം നടത്തി കാര്യങ്ങൾ പറയുന്ന, ഞങ്ങൾ ചർച്ച ചെയ്യുന്ന, ഞങ്ങളോടൊപ്പം ഞങ്ങളിലൊരാളായി പ്രവർത്തിക്കുന്ന ചൂരായി ചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ശിവഗിരി മഠത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് ഗുരുദേവ പ്രസ്ഥാനങ്ങളുമായി റഹീം മാസ്റ്റർ ഞങ്ങൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ തന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ സ്വാമിജി സൂര്യദാനന്ദ സ്വാമിജി ആയിരുന്നു ഏറ്റിരുന്നത്. അദ്ദേഹത്തിന് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കണക്കും കാര്യങ്ങളായി അവിടെ നിൽക്കേണ്ടതുകൊണ്ട് ഇന്ന് ഉച്ചക്കാണ് പ്രേമാനന്ദ സ്വാമിയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഉടനെ എത്തി ഈ ചടങ്ങിൽ ധന്യമാക്കി തന്നത്. അദ്ദേഹത്തിനും ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ AM ഷിനാസ്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഞങ്ങളുടെ ഭാരവാഹികളായ K ഹരീന്ദ്രൻ, A നാസർ, ഒട്ടാണി നാണു മാസ്റ്റർ, നാണി ടീച്ചർ, എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായി നമ്മൾക്ക് ഇവിടെ കിട്ടിയ തിക്കോടി നാരായണൻ മാസ്റ്റർക്കും കുടുംബത്തിനും നന്ദി രേഖപ്പെടുന്നു. അതിലുപരി നമ്മുടെ റഹീം മാസ്റ്ററുടെ കുടുംബം നമ്മളോടൊപ്പമുണ്ട്, അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ സമയം വരെ ധന്യമാക്കി തന്ന എല്ലാവർക്കും വ്യക്തിപരമായി പേരെടുത്ത് പറയാതെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.